സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. കർത്താവിൻ്റെ സാന്നിധ്യം, മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായി തീരട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോകുകയാണ്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസനായ സ്തോത്രം നിൻ്റെ കരങ്ങളിൽ വെച്ച് ശക്തമായിട്ട് ഇന്ന് ഞങ്ങളുടെ നടുവിൽ ഉപയോഗിക്കണം. ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഈ സെഷനിൽ ഉണ്ടാകണം എന്ന് ഞങ്ങളോടത്തോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ട്, കുറവുകളെ ക്ഷമിച്ചാട്ട്, മഹത്വം വെളിപ്പെടുത്തിക്കാട്ട്. അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മാനം മഹത്വത്തേക്ക് യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞതുപോലെ നല്ല ഒരു ടെസ്റ്റിമോണി സെഷനാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവങ്ങൾ നിശ്ചയമായിട്ടും നമുക്കൊക്കെ വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരും. നമ്മുടെ ദൈവം രണ്ടാമതും അവസരങ്ങൾ നൽകുന്ന ദൈവമാണ്. തകർന്ന ജീവിതങ്ങളെ പണിയുന്ന ദൈവമാണ്. ഒരു കുശവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയ കളിമൺ പാത്രത്തെ എങ്ങനെ ആ കുശവൻ ഉടച്ച് ഒരു പുതിയ പാത്രമാക്കി തീർത്തെന്ന് യിരെമ്യാവിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നു. അതുപോലെ ജീവിതങ്ങളെ പുനർനിർമ്മിക്കുന്ന ഒരു നല്ല കുശവനാണ് നമ്മുടെ കർത്താവ്. വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കും. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടി നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് പ്രിയ പാസ്റ്റർ പോൾസൺ അഗസ്തിയെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്തു. പാസ്റ്റർ വെൽക്കം. വെൽക്കം പാസ്റ്ററെ. പാസ്റ്റർ ഇപ്പോൾ സ്ക്രീനിലാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പോളച്ചൻ എന്ന ആളുകളൊക്കെ വിളിക്കുന്നത് അല്ലേ? ദൈവത്തിന് സ്തോത്രം. പോളച്ചൻ എന്നാണ് ഓമന പേര്, വലിയ ചെറുപ്പം തുടങ്ങി വിളിച്ച് ആളുകൾ അറിയുന്നത് ആ നിലയിലാണ്. ഒഫീഷ്യൽ പേര് പോൾസൺ. ശരി, ദൈവത്തിന് സ്തോത്രം. ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്ററെ ഈ സെഷനിൽ ഞങ്ങളോടൊപ്പം കടന്നു വന്നതിൽ. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ ഒരു സാക്ഷ്യത്തിൻ്റെ താഴെ പാസ്റ്ററുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു ദൈവദാസൻ്റെ സാക്ഷ്യമായിരുന്നപ്പോൾ ഒരു കമൻ്റ് ഇട്ടിരുന്നു. ആ കമൻ്റാണ് പാസ്റ്ററുമായിട്ട് എന്നെ പരിചയപ്പെടുത്തുവാൻ കാരണം. പാസ്റ്റർ, ആ കമൻറ്റ് ജസ്റ്റ് ഒരു നോർമൽ കമൻറ്റ്, നിങ്ങൾ തമ്മിലുള്ള പരിചയത്തെക്കുറിച്ചുള്ള സൂചനകളുള്ള കമൻറ്റ്. പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിൻ്റെ അകത്ത് എവിടെയോ ആരോ പറഞ്ഞു ഈ ആൾക്കൊരു വലിയ സാക്ഷ്യമുണ്ടെന്ന്. എനിക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട് പാസ്റ്ററെ. പലപ്പോഴും ചില വ്യക്തികളെ കാണുമ്പോൾ ഒക്കെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയും ഇയാൾക്കൊരു വലിയ സാക്ഷ്യമുണ്ടെന്ന്. അപ്പോൾ ഞാനതാ പെട്ടെന്ന് പാസ്റ്ററെ കമൻറ്റിൻ്റെ താഴെ ഒരു മെസ്സേജ് ഇട്ടത്. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെയാണ് നമ്മൾ കണക്റ്റ് ആയത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് ഈ സെഷനിൽ കടന്നു വന്ന പാസ്റ്റർ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നതിൽ. കർണാടകയിലാണല്ലോ അല്ലേ? കർണാടകയില് ഉടുപ്പി ജില്ലയില് മൂകാംബികയ്ക്ക് അടുത്ത്. അതെ. ഏത് ഭാഗമാണ് പാസ്റ്റർ അത്? അത് ഉടുപ്പി ഗോവ റൂട്ടില്, അല്ലെങ്കിൽ മാംഗ്ലൂർ ഗോവ തീരദേശ മേഖലയിൽ മൂകാംബികയ്ക്ക് പോണ ഒരു പ്രസിദ്ധമായ ക്ഷേത്രത്തിന്റെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ബൈന്ദു. ആ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ഗ്രാമത്തിലേക്ക് പോകണം. ഒരു 10 കിലോമീറ്റർ 12 കിലോമീറ്റർ കൂടി ഗ്രാമത്തിലേക്ക് പോകണം. വളരെ ഇന്ത്യയിലായിട്ടുള്ള ഒരു ഉൾഗ്രാമമാണ്. കാർവാർ റൂട്ടൊക്കെയാന്ന് തോന്നുന്നു അല്ലേ? കാർവാർ റൂട്ട്. ദൈവത്തിന് സ്തോത്രം. എത്ര വർഷമായി അവിടെ ആയിട്ട്? ഞാൻ അവിടെ ഇപ്പൊ 16 വർഷം കഴിഞ്ഞു. 16 വർഷം കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു അങ്ങനെ ഒരു പാസ്റ്ററൽ പശ്ചാത്തലം, ശുശ്രൂഷക പശ്ചാത്തലം ഒന്നും അല്ലായിരുന്നു ചെറിയ പ്രായമൊക്കെ അല്ലേ? യാതൊരു വിധത്തിലും പാസ്റ്ററൽ പശ്ചാത്തലമില്ല, എങ്കിലും ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. RC കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമായിട്ടായിരുന്നു ബാല്യകാലങ്ങൾ. അതെ. ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ തടവറയിൽ നിന്നും പുകഴ്ചയിലേക്കെന്ന്. മെർലിൻ ക്രോദേഴ്സ് എന്ന് പറയുന്ന ദേവദാസിന്റെ ജീവിതാനുഭവം. അത് കേട്ടപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. വളരെ 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 എൻകറേജ് ചെയ്ത, ഞാൻ അനവധി ആവർത്തി ജയിലിൽ വെച്ച് വായിച്ചിട്ടുള്ള ഡോക്ടർ PG വർഗീസ് IETയുടെ പ്രസിഡന്റ്, അദ്ദേഹം അവരുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും എനിക്ക് അയച്ചു തരുമെന്ന്. അതുകൊണ്ട് ലോകത്തിൽ ഈ കാലഘട്ടം വരെ അറിയപ്പെടുന്ന ഒട്ടുമിക്ക ദേവദാസന്മാരുടെയും ലൈവായിട്ടുള്ള പുസ്തകങ്ങൾ, ട്രാൻസ്ലേഷനുകൾ, അതിലൊരു പുസ്തകമാണ് തടവറയിൽ നിന്നും പുകഴ്ചയിലേക്കുള്ള മെർലിൻ ക്രോദേഴ്സിന്റെ അമേസിംഗ് പുസ്തകമാണത്. എനിക്ക് അതിലും അത്ഭുതം തോന്നുന്നു പാസ്റ്ററെ. കാരണം എനിക്ക് കർത്താവിൻ്റെ സ്തോത്രം. ഞാൻ സാധാരണ പോസ്റ്ററൊക്കെ ഉണ്ടാക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കും, കർത്താവേ എന്താണ് ടൈറ്റിൽ വെക്കേണ്ടത്? അപ്പോൾ എനിക്ക് മനസ്സിൻ്റെ അകത്ത് പിന്നെ ആവർത്തിച്ച് വരുന്ന ആ ഒരു വാചകം, ഈ ഒരു പുസ്തകത്തിൻ്റെ പേരാ തടവറയിൽ നിന്നും പുകഴ്ചയിലേക്ക്. തടവറയിൽ നിന്നും
പുകഴ്ചയിലേക്ക്. മെർലിൻ ക്രോദേഴ്സിൻ്റെ ആ ഞാനിപ്പോൾ ഓർത്തു, ഇത് ആ പുസ്തകത്തിൻ്റെ പേരാണല്ലോ എന്ന് ഞാൻ ഓർത്തു. സാധാരണ ഇടയ്ക്കൊരു കാര്യം കൂടി പറയട്ടെ. പേരുകൾക്ക് പേരിട്ടതിൽ പോലും ഒരു ദൈവ നിയോഗമുണ്ട്. നിശ്ചയമായിട്ടും പാസ്റ്റർ, നിശ്ചയമായിട്ടും. ഞങ്ങൾ ജയിലിൽ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്. ഞങ്ങളുടെ മാതൃ ചർച്ച് തൈക്കുടം എറണാകുളത്ത് ഷാറുഖ് ചർച്ചിലെ പാസ്റ്റർ റോഹിത് ചെറിയാൻ, അദ്ദേഹത്തിന്റെ അണ്ടറിലാണ് ഞങ്ങളെ തടവറയിലെ എല്ലാ ദൈവ മക്കളും ഒരുമിച്ച് കൂടി. ആ സഭയാണ് ഞങ്ങളുടെ മാതൃസഭ. അങ്ങനെ ഒരു മിനിസ്ട്രി ഉണ്ട്. ആ മിനിസ്ട്രിക്ക് ഞങ്ങൾ ഇട്ട പേര് പ്രിസൺ ടു പ്രൈസ്. അതാണ് മെർലിൻ ക്രോദേഴ്സിന്റെ പുസ്തകത്തിന്റെ പേര്, പ്രിസൺ ടു പ്രൈസ്, തടവറയിൽ നിന്നും പുകഴ്ചയിലേക്ക്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു. കാരണം ഇതിലും കുറച്ചുകൂടെ നമ്മുടെ വ്യൂവേഴ്സിന് ആകർഷകമായ ടൈറ്റിൽ പാസ്റ്റർ സാക്ഷ്യത്തിൽ നിന്നുണ്ടാക്കാൻ പറ്റും. കാരണം പാസ്റ്റർ ഒരു പക്ഷേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒരു ക്രൈം ചെയ്ത് ജയിലിൽ കിടന്ന ഒരാളാണ്. അപ്പം എനിക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ടൈറ്റിൽ കൊടുക്കാമായിരുന്നു, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാകമായിരുന്ന ഒരു വ്യക്തിയുടെ സാക്ഷ്യം എന്നൊക്കെ. അത് കൂടുതൽ ആളുകൾക്ക് ആകർഷകമാകും. പക്ഷേ എന്നോട് ശക്തമായിട്ട് 2-3 പ്രാവശ്യം പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, തടവറയിൽ നിന്നും പുകഴ്ചയിലേക്ക്. അപ്പോൾ അതൊരു വലിയ ദൈവനിയോഗം. അപ്പോൾ നമുക്ക് കേൾക്കാം, തടവറയിൽ നിന്നും ഇന്ന് കർത്താവിനെ പുകഴ്ത്തുന്ന, സ്തുതിക്കുന്ന, ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷകൻ്റെ ജീവിതാനുഭവമായിട്ട് എങ്ങനെയാണ് നമ്മുടെ അഗസ്തി പാസ്റ്റർ വാളൂർക്കാരൻ, അത് വീട്ടുപേരാണോ? വാളൂക്കാരൻ വീട്ടുപേരാണ് അല്ലേ? വീട്ടുപേര് പോൾസൺ വാളൂക്കാരൻ അഗസ്തി. നാട്ടിലെവിടെയാ? നാട്ടില് അങ്കമാലി താലൂക്കാണ് ഇപ്പോൾ. മുൻപ് ആലുവ താലൂക്കായിരുന്നു. അങ്കമാലിയിൽ നിന്നൊരു 12 കിലോമീറ്റർ മാറി തുറവൂർ പഞ്ചായത്തില് ദേവഗിരി ആനപ്പാറ എന്ന് പറയുന്നത് കൊച്ചി ഗ്രാമത്തിലാണ്. എറണാകുളം കൊച്ചിയൊക്കെ അടുത്താ? എറണാകുളം ഞങ്ങളുടെ ജില്ലയാണ്. ഞങ്ങൾ വടക്കേറ്റവും എറണാകുളം അങ്ങ് തെക്കേറ്റവും. ശരി പാസ്റ്റർ, അപ്പം ഞാൻ ഇനിയും അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. പരിചയപ്പെടുത്താൻ വേണ്ടി കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പാസ്റ്റർ കുടുംബം ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് ജീവിതാനുഭവങ്ങളിലേക്ക് പാസ്റ്റർക്ക് കടക്കാൻ കഴിയും. ഓക്കെ. ഒരു ഭക്തിയുള്ള കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ അപ്പന് അമ്മയ്ക്ക് ഞങ്ങൾ 7 മക്കളിൽ 4 ആണും 3 പെണ്ണും. ഞാൻ രണ്ടാമത്തെയാണ്. എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഞാൻ ഭാര്യ, 2 മക്കൾ. മോള് ഗ്രേസ് ഇപ്പോൾ ജോലി ചെയ്യുന്നു. ഒരു മാസ്റ്റേഴ്സ് സ്പീച്ച് പാത്തോളജിയാണ്. ബാംഗ്ലൂര് ജെയിൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. മോന് VIT വിജയവാഡ ക്യാമ്പസിൽ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് ഇയർ മോൻ പഠിക്കുന്നു. കർത്താവിന്റെ വേലയിൽ ദൈവത്തിന്റെ രക്ഷയുടെ അനുഭവം 1993 മെയ് മാസം 25-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ, കൃത്യമായി പറഞ്ഞാൽ ഞാൻ ദൈവത്തിനായി എന്നെ തന്നെ, കർത്താവിന്റെ ആ ഇൻസ്പിറേഷൻ എൻ്റെ ഉള്ളിൽ വ്യക്തമായി എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ സമർപ്പിക്കപ്പെട്ടു. അന്ന് മുതൽ കഴിഞ്ഞ 31 വർഷമായി, 31 വർഷം കഴിഞ്ഞു. കർത്താവിന്റെ സാക്ഷിയായി ഞാൻ കർത്താവിന്റെ വേലയ്ക്കായി 1993 മെയ് മാസം 28-ാം തീയതി ഒരു വെള്ളിയാഴ്ചയാണ്, ഒരു 11 മണിയായ സമയത്ത് ഒരു കൺവെൻഷൻ, ഒരു മീറ്റിങ്ങിനകത്ത് വെച്ച് ഒരു തീരുമാനം എടുക്കുകയും അന്നു മുതൽ, വാസ്തവത്തിൽ പിറ്റേ ദിവസം തന്നെ ആരംഭിച്ചു ദീർഘമായ ഈ വർഷങ്ങൾ ആ വേലയിൽ അല്ലെങ്കിൽ ആ ശുശ്രൂഷയിൽ തുടരുവാൻ. ജയിലിനകത്തായിരുന്നപ്പോഴും അതിനുശേഷം ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോഴും ഇന്നും അങ്ങനെ തുടരാൻ ദൈവം സഹായിച്ചു. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം. ദൈവത്തിന് സ്തോത്രം. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം പാസ്റ്ററെ. എങ്ങനെയാണ് ജീവിതം ആ ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ പോയത്? അപ്പോൾ ചെറിയ പ്രായം മുതലുള്ള ആത്മീക അനുഭവങ്ങൾ, ദൈവം നടത്തിയ വിധങ്ങളൊക്കെ പറയാം. കേൾക്കാൻ റെഡിയാകട്ടെ. ഇനി അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. പാസ്റ്റർക്ക് തന്നെ പറയാം, ഞാൻ കേൾക്കാനിരിക്കുകയാണ്. അത്യാവശ്യം ഉണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കാം. ഇടയ്ക്ക് പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം. ചോദ്യങ്ങള് നിശ്ചയമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവഹിതമല്ലാത്ത അല്ലെങ്കിൽ ജനത്തിന് അനുഗ്രഹവും ആശ്വാസവും ദൈവത്തിന്റെ നാമത്തിനും മഹത്വവും അല്ലാത്ത ഏതെങ്കിലും ഒരു ട്രെയിനിങ്ങിലേക്ക് പോകുമ്പോൾ ഇതാകുന്ന വഴി, ഇതിലെ പോവുക എന്നുള്ള നിലയിൽ ഡയറക്ഷൻ തിരിച്ചുവിടാം. കർത്താവ് സഹായിക്കട്ടെ. എനിക്കിപ്പോൾ 56 വയസ്സായി. 56 കഴിഞ്ഞു. 56 വർഷവും 56 വർഷം ജീവിച്ചത് വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിലാണ്. ഓർമ്മ വെച്ച കാലം എന്ന് പറയുമ്പോൾ എനിക്ക്
ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലാണ് എനിക്ക് കൃത്യമായ ഓർമ്മയുള്ളത്. അന്ന് മുതലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് ഓടിച്ചൊന്ന് പറയാം. വിവിധ അനുഭവങ്ങൾ പറയുമ്പോൾ ഇതിനൊക്കെ കൂടുതൽ സമയം എടുത്താൽ മറ്റു കാര്യങ്ങൾ പറയാൻ പരിമിതമായിരിക്കും. കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർത്തപ്പെട്ടതെന്ന് പറഞ്ഞു. എന്റെ പിതാവ് ഭക്തനായിരുന്നു, പള്ളിയിലെ ഒരു ഗായകനായിരുന്നു. അതിലുപരി ഭക്തിയായിരുന്നു എന്റെ അപ്പന്റെ അമ്മ. അവിടെ അത്യാവശ്യം സാമ്പത്തിക ഒരു പശ്ചാത്തലമുള്ള ഒരു ഇടത്തരം കുടുംബമായിരുന്നു. കുടുംബത്തിൽ പല വൈദികരും കന്യാസ്ത്രീമാരും ഒക്കെയുള്ള, അപ്പോൾ തന്നെ സമൂഹത്തിൽ യാതൊരു വിധമായ ഒരു അസ്വസ്ഥതകളുള്ള ഒരു കുടുംബാന്തരീക്ഷമല്ലായിരുന്നു ഞങ്ങൾ. പക്ഷെ സാഹചര്യം പെട്ടെന്ന് തകിടം മറിയുന്നതായിട്ടാണ് കാണുന്നതും. കൊച്ചു ഓർമ്മകൾ മാത്രം, അതിലുപരി കേട്ടുകേൾവി. അതെന്റെ പിതാവുമായിട്ടും വീട്ടിൽ ജോലിക്കുന്ന ഒരു സ്ത്രീയുമായിട്ടുള്ള എന്തൊക്കെയോ ബന്ധങ്ങൾ, അതിനെ തുടർന്നുണ്ടായ മദ്യപാനം, ഭക്തിയുടെ മാർഗം വിട്ടു മറ്റ് മതമാർഗങ്ങളിലേക്ക് തിരിഞ്ഞു. ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും എൻ്റെ പിതാവിനെ സ്വാധീനിച്ചു. കുടുംബത്തിൽ അത് വഴക്കും ബഹളവും, അമ്മയെ മർദ്ദിക്കുന്ന, മദ്യപിച്ച് സുബോധമില്ലാതെ ഭവനത്തിൽ വരുന്ന, വസ്തുവകൾ വിറ്റ് അവകാശങ്ങൾ ദൂർത്തടിക്കുന്ന ഇളയ മകനെ പോലെ, ഏറ്റവും ഇളയ 10 മക്കളുള്ളതിൽ ഏറ്റവും ഇളയവനായിരുന്നു എൻ്റെ പിതാവ്. അതുകൊണ്ട് മറ്റു സഹോദരന്മാർക്കും സഹോദരിമാർക്കും അപ്പന്റെ അപ്പനും അമ്മയ്ക്കും അവരൊക്കെ ഞങ്ങളുടെ കൂടെയാണ്. ഞങ്ങളൊരു കൂട്ടുകുടുംബ അവസ്ഥയിലായിരുന്നു ആദ്യകാലം. അവർക്ക് വളരെ വേദനാജനകമായ സാഹചര്യത്തിലൂടെ കടന്നുപോയെങ്കിലും ഇളയ മകൻ ഇങ്ങനെ ആയിപ്പോയതിൽ അവരെല്ലാം വളരെ ദുഃഖിതരായി. പക്ഷെ പിതാവിന്റെ ജീവിത സാഹചര്യത്തിൽ മാറ്റം വരുത്തുവാൻ അന്നത്തെ ഭക്തിയുള്ള അവർ ചെയ്യുന്ന ഇടവക വൈദികനോട് പറയും. പക്ഷെ അതെല്ലാം വലിയ കലകത്തിലായി തീർന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒരു വൈദികനുമായിട്ടുള്ളൊരു വഴക്ക് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു എന്ന് കേൾക്കുന്നു. എന്തായാലും പോലീസ് കേസ് ഒക്കെ ആയി. പിന്നീട് പിതാവിന് മാനസികമായിട്ട് ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്കായി, മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. പിന്നെ അങ്ങോട്ടൊരു മാനസിക സമനില തെറ്റിയ ഒരു പിതാവിനെ പോലെ, വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ ഗദരദേശത്ത് ഭൂതഗ്രസ്തനെ പോലെ ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയാതെ വല്ലപ്പോഴും മാത്രം സുബോധത്തോടെ ഒരു മനുഷ്യ സഹജമായ നിലയിൽ ഇടപെടുന്ന ഒരു നല്ല പിതാവാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. എങ്കിലും ചില സമയങ്ങളിൽ ക്രൂരമായ അനുഭവങ്ങൾ കാണുമ്പോൾ എൻ്റെ മനസ്സും പകകൊണ്ട് വളർന്ന് വന്ന ഒരു ബാല്യമായിരുന്നു. എനിക്ക് 4 വയസ്സുള്ളപ്പോഴുള്ള കൃത്യമായ ഓർമ്മ എന്ന് പറയുന്നത്, എൻ്റെ പിതാവ് ജയിലിലാകുന്നു. അമ്മ പിതാവിനാൽ മുറിവേറ്റ് വധശ്രമത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അമ്മയുടെ ഭവനത്തിൽ പോകുന്നു. ഞങ്ങൾ അന്ന് 6 മക്കളാണുള്ളത്, അന്ന് 7 ഇല്ല. മക്കളെല്ലാം അനാഥ അവസ്ഥയിലായി തീർന്നു. 2 കൈക്കുഞ്ഞാണ് അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നത്. അമ്മ അപ്പോൾ തന്നെ ഗർഭിണിയുമായത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അമ്മ ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഇതിനിടയിൽ പിതാവും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്നു. പിന്നെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് പിതാവ് അങ്ങ് നാട് വിട്ട് എവിടെയൊക്കെയോ ജീവിച്ചു. ആ ജീവിത സാഹചര്യത്തിലൂടെ കടന്നുപോയ പിതാവ് എന്റെ സ്നേഹമോ വാത്സല്യമോ അല്ലെങ്കിൽ കരുതലോ അനുഭവിക്കാൻ കഴിയാതെ കുടുംബത്തിന്റെ ഭാരം അമ്മ ഏറ്റെടുത്തു. മക്കളെ ഒറ്റയ്ക്ക് പോറ്റാനും നിവർത്തിക്കാനും ഒക്കെ സഹായവും സാഹചര്യവും ഇല്ലാത്തത് കൊണ്ട് അമ്മയുടെ ബന്ധുക്കളും അപ്പന്റെ ബന്ധുക്കളും ഇടവകക്കാരും അങ്ങനെ പലരും വഴിയായിട്ടൊക്കെ സഹായിച്ചു. അങ്ങനെ ആ നിലയിൽ ഇത്രത്തോളം ഞങ്ങളൊക്കെ എത്തുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ അത് ദൈവികമായ കരുതലാണെന്നോ ദൈവത്തിന്റെ പദ്ധതികൾ അതിന്റെ പിന്നിലുണ്ടെന്നോ ഒന്നും അന്ന് അറിയില്ലായിരുന്നു. എന്നാൽ ബാല്യകാലം അങ്ങനെ കഴിഞ്ഞുപോയി. 10ാം ക്ലാസ് വരെ പഠിച്ചു. 10ാം ക്ലാസ് പഠിച്ച സമയത്താണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വീട്ടിലെ സാഹചര്യങ്ങളെ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ഇതിനിടയിൽ താഴെയുള്ള സഹോദരന്മാര് സഹോദരിമാര് അനാഥ മന്ദിരങ്ങളിൽ നിന്ന് പഠിക്കേണ്ട സാഹചര്യങ്ങളിലായി. ഞങ്ങൾ മൂത്തവർ മാത്രം വീട്ടിൽ വളരെ കഷ്ടതയിലും വളരെ ദാരിദ്ര്യത്തിലും പിന്നീട് ഞങ്ങളുടെ കുടുംബം അകപ്പെട്ടു. അമ്മ ഞങ്ങളെ ആ നിലയിൽ രക്ഷപ്പെട്ടു വളർത്തി. എന്നാൽ കൂലിപ്പണിക്കും മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാൻ കുടുംബത്തിലെ ബന്ധുമിത്രാദികളൊക്കെ ചുറ്റുവട്ടത്തുള്ളത് കൊണ്ട് അതൊരു വലിയ അഭിമാന പ്രശ്നം. അതുകൊണ്ട് വിശപ്പ് പുറത്തറിയിക്കാതെ കഷ്ടതകളും പ്രയാസങ്ങളും ഉള്ളിലൊതുക്കി അങ്ങനെ മുന്നോട്ട് കഴിഞ്ഞു പോകുന്ന ജീവിത സാഹചര്യത്തിൽ പലപ്പോഴും കുടുംബമായിട്ടൊക്കെ എന്തിന് ജീവിക്കണം എന്ന് അമ്മയെ ചിന്തിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യാൻ ദൈവം കൃപ ചെയ്തു. എന്നാൽ ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി. 10ാം ക്ലാസ്സിൽ വരെ ഞാൻ എത്തി. പഠിക്കാൻ അത്യാവശ്യം നല്ല മാർക്കോടുകൂടെ എല്ലാം പാസ്സാക്കി ആയിപ്പോയി. എങ്കിലും 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ നാട് വിട്ടുപോയി. നാട് വിട്ട് പല സ്ഥലങ്ങളിലൂടെ
കറങ്ങി തിരിഞ്ഞ് പലവിധ ജോലികൾ, ഹോട്ടൽ പണികൾ, വീട്ടു ജോലികൾ, അതുപോലെ ഇഷ്ടിക കളത്തിൽ ജോലികൾ, അനേക ജോലികളൊക്കെ ചെയ്തു. ഒടുവിൽ കൊച്ചിൻ നേവൽ ബേസിൽ ഒരു പട്ടാള ഉദ്യോഗസ്ഥനുമായിട്ട് പരിചയപ്പെട്ട് അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടി ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ ചില വർഷങ്ങൾ അവിടെ കഴിഞ്ഞുപോയി. അങ്ങനെ കഴിഞ്ഞു പോകുന്ന സമയത്താണ് എനിക്ക് പിന്നെയും പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. അവിടുത്തെ സാഹചര്യത്തെയും പൊരുത്തപ്പെടാൻ പറ്റാതെ നമുക്ക് അവിടുന്ന് തിരിച്ചു വന്നു. പ്രീ ഡിഗ്രിക്ക് പഠിച്ചു. പ്രീ ഡിഗ്രി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പിന്നെയും തിരിച്ച് പഴയ സ്ഥലത്തേക്ക് തന്നെ, കാരണം അവിടെ ഇഷ്ടം പോലെ ഭക്ഷണവും മറ്റു സൗകര്യങ്ങളെല്ലാം കിട്ടും, അത്യാവശ്യം ശമ്പളവും കിട്ടും. അങ്ങനെ അവിടെ ആയിരിക്കുമ്പോഴാണ് 1988 ഒക്ടോബർ മാസം എൻ്റെ ജീവിതത്തിൽ സെപ്റ്റംബർ മാസത്തെ ശമ്പളം ലഭിച്ച്, അപ്പൊ ഇതിനിടയിൽ അവിടെ ആയിരിക്കുമ്പോൾ അല്പം മദ്യം രുചിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. ഞാൻ മദ്യപാനിയൊന്നും അല്ല അർത്ഥത്തിൽ. പുകവലി ഒരു വലിയ ദുസ്വഭാവമായി അഡിക്റ്റ് ചെയ്തിരുന്നു. അതിനേക്കാൾ ഉപരിയായി മറ്റു മോശമായ സ്വഭാവങ്ങളും വൈകല്യങ്ങളും ഏറ്റവും അധികം സന്തോഷവും സംതൃപ്തിയും നൽകിയത് സിനിമ കാണുകയായിരുന്നു. ധാരാളം സിനിമകൾ റിലീസാകുന്ന സിനിമകൾ പോയി കാണും. അതിനകത്ത് തന്നെ തിയേറ്റർ ഉള്ളത് കൊണ്ടും എറണാകുളം സിറ്റി ആയതുകൊണ്ട് ധാരാളം തിയേറ്റർ ഉള്ളത് കൊണ്ട് ഒരു ദിവസം തന്നെ 2-3 സിനിമകൾ കാണുക. ഈ സിനിമയുടെ കാഴ്ച എൻ്റെ ഹൃദയത്തിൽ വേറൊരു വ്യക്തിത്വം എന്നിൽ രൂപപ്പെടുത്തുകയാണ് ചെയ്തത്. പലപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയത് വില്ലൻ റോളുകളും നായക കഥാപാത്രങ്ങളും അതുപോലെ ആയിത്തീരണം, പോപ്പുലർ ആകണം, അംഗീകരിക്കപ്പെടണം. ഈ ഒരു ചിന്ത എങ്ങനെയോ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. ഞാൻ സിനിമയുടെ പേരുകളൊന്നും പറയുന്നില്ല, സാഹചര്യങ്ങൾ പറയുന്നില്ല, കാരണം സിനിമ കഥ പറയാനല്ലല്ലോ ഞാൻ ഇരിക്കുന്നത്. 2 സിനിമകൾ എന്നെ സ്വാധീനിച്ചു. ആ സിനിമയിൽ കണ്ടത് അതുപോലെ പകർത്തുവാൻ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം, ഒരാവേശം. ആ സിനിമ അതുപോലെ ഞാൻ പാസ്റ്റർ, ഇടയ്ക്ക് ഞാനൊന്ന് ഇടപെടുകയാണ്. സിനിമാ കഥ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ, അല്ലെങ്കിൽ സിനിമയിൽ കാണുന്നത് പോലെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചല്ലേ? അതെ, അവിടെയാണ് അബദ്ധങ്ങൾ പറ്റിയത്. അങ്ങനെ പറയുമ്പോഴേ ഞാൻ ഈ സാമൂഹിക വിഷയങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി പേരെ സിനിമ സ്വാധീനിച്ച് ഒത്തിരി അബദ്ധങ്ങളിൽ ആളുകൾ ചാടിയിട്ടുണ്ട്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ സൂര്യപുത്രിക്ക് എന്ന് പറഞ്ഞൊരു പിക്ചർ, അത് വളരെ വിവാദമായി. കാരണം ആ പിക്ചർ കണ്ടിട്ട് ചില പെൺകുട്ടികൾ വീട് വിട്ട് ഒളിച്ചോടുവാനിടയായി തുടങ്ങി. അപ്പോൾ ഞാൻ ഈ സിനിമയുടെ പേര് പറയാൻ കാരണം, പാസ്റ്റർക്ക് അത് പറയണ്ട എന്നെങ്കിൽ പോലും പറയാൻ കാരണം, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രയോജനം ചെയ്യും. ഇതിൻ്റെ തെറ്റെന്താണ്, ഈ സിനിമകൾ കാണുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അപകടം എന്താണെന്നുള്ളൊരു ബോധ്യം ആളുകളിലേക്ക് എത്തിക്കുവാൻ ഇടയായിത്തീരും. അപകടകരമാകുന്ന സന്ദേശം കൊടുക്കുന്ന ഒത്തിരി സിനിമകളുണ്ട്. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂ ചെയ്യാം പാസ്റ്ററെ. എന്തായാലും നന്മ സ്വാധീനിക്കുന്നതിനേക്കാൾ അധികം വേഗത്തിൽ സ്വാധീനിക്കുന്നത് തിന്മയാണെന്നും, ഇന്ന് കാണുന്ന പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ സിനിമകളിൽ 1% പോലും സമൂഹത്തിനോ വ്യക്തികൾക്കോ കുടുംബത്തിനോ ഒരു നന്മയ്ക്ക് സ്വാധീനം ചെലുത്തുന്ന ഒരാശയമോ ഒരു കാഴ്ചപ്പാടോ ഇല്ല എന്ന് മാത്രമല്ല, അത് അനവധി. കാരണം ഞാൻ 11 കൊല്ലം കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് മാത്രം, മറ്റു പല ജയിലുകളിലും ജീവിച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഒരു വർഷം 2000-ഓളം തടവുകാർ ഒരുമിച്ച് താമസിക്കുന്ന, ആയിരക്കണക്കിന് തടവുകാർ വന്നും പോയി, അങ്ങനെ ദീർഘമായ, അതിനുശേഷം ജയിലിലെ അനവധി വർഷങ്ങളുള്ള മിനിസ്ട്രികളും കോണ്ടാക്റ്റുകളും, അങ്ങനെ ആയിരക്കണക്കിന് വ്യക്തിപരമായ ആളുകളുമായിട്ട് ഒരുമിച്ച് ഒരു കുടുംബത്തിൽ എന്ന പോലെ ജീവിച്ച അനുഭവങ്ങളിൽ നിന്നും എനിക്ക് 100% ഉറപ്പോടെ പറയാൻ സാധിക്കും. എന്നെ പോലെ തെറ്റായ സന്ദേശങ്ങൾ കേൾക്കുകയും തെറ്റായ സന്ദേശങ്ങൾ കണ്ട് സ്വാധീനിക്കപ്പെടുകയും അതിനനുസൃതമായി തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് ജീവിതം തകർക്കപ്പെട്ട്, എന്താ പറയാ, ഒരിക്കലും അവരങ്ങനെ പ്രതീക്ഷിച്ചില്ല. അങ്ങനെയുള്ള ഹതഭാഗ്യന്മാരെ 100 കണക്കിന് ആളുകളെ എനിക്കറിയാം വ്യക്തിപരമായി. ഞാനും അതിന്റെ ഒരു ഇരയാണ്. അതുകൊണ്ട് 1% നല്ല സ്വാധീനമുള്ള ധാരാളം സിനിമകളുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ റെക്കമെൻഡ് ചെയ്ത ഒരു സിനിമയുണ്ട്. ആദ്യമായി ജീവിതത്തിൽ എൻ്റെ മക്കൾ ഒരേ ഒരു സിനിമ കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൂ. അത് സിനിമ കാണാനല്ല, ആകാശദൂത് എന്ന് പറയുന്ന, എനിക്ക് ജീവിതത്തിൽ മാനസാന്തരവും മനപരിവർത്തനവും നൽകുവാൻ ഇടയായി തീർന്ന, അതുപോലെ ഒരു ധ്യാനവുമായി ബന്ധപ്പെട്ട സ്വാധീനമുള്ള ഒരു സിനിമയുടെ നല്ല മനോഹരമായ ഒരു ചിത്രം. അതുകൊണ്ട് സിനിമ കഥ വിട്ടുപോട്ടെ. ഞാൻ കണ്ട സിനിമ ഈ ശബ്ദം ഇന്നത്തെ ശബ്ദം എന്ന ഒരു സിനിമയാണ്. മറ്റൊരു സിനിമ, അതിന്റെ പേര് ഞാൻ അങ്ങ് വിട്ടുപോയി, അത് എനിക്കിപ്പോ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്, കാരണം ഞാനത് മനസ്സിനെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു.
അതിനകത്ത് കുടുംബ പശ്ചാത്തലം എന്റെ കുടുംബവുമായിട്ട് ബന്ധമുണ്ട്. ഫസ്റ്റ് ഞാൻ പറയട്ടെ, എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ എന്റെ കുടുംബത്തിന്റെ കഥ പോലെയാണല്ലോ എന്ന് തോന്നി. ആ അതിലെങ്ങനെ അവർ അഭിനയിച്ചു അതുപോലെ ചെയ്യണം എന്നൊരു തീരുമാനം ഞാൻ എടുത്തപ്പോൾ ഞാൻ സത്യമായും പറയുകയാണ്, ബൈബിൾ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കരുത്, എന്നാൽ നിങ്ങൾ ദൈവത്തിന് ഇടം കൊടുക്കുകയും. യോഹന്നാന്റെ സുവിശേഷം 8:39, 37 തുടങ്ങി 39 വാക്യത്തിൽ പറയുന്നു, കർത്താവിന്റെ വചനത്തിന് ഇടം കൊടുക്കുകയും. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കർത്താവിന്റെ ദാസന്മാർക്ക് ഇടം കൊടുക്കുകയും. എഫെസ്യ ലേഖനം 4:27 പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. ഇടം കൊടുത്താൽ അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും വരുന്ന പിശാച് അവനെയും അവനുമായി ബന്ധപ്പെട്ടവരെയും തകർക്കും, നശിപ്പിക്കും എന്നതിന് അനുഭവമാണ്. പിശാചിന് ഇടം കൊടുക്കുന്നത് കാണുന്നതും കേൾക്കുന്നതും ആണ് അതിൽ മുഖ്യമായ സ്വാധീന ശക്തി. അത് നമ്മുടെ ചിന്തകളിൽ ഒരു കോട്ടയായി അതിനെ താലോലിച്ചും അത് കൂടെ 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 ഒരു വിത്ത് എന്ന പോലെ പിശാച് അതിനെ തന്റെ ഉദ്ദേശത്തിനായി ഉപയോഗിക്കുകയും ചെയ്തു എന്ന് അനുഭവത്തിൽ എനിക്ക് പറയാൻ സാധിക്കും. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഉള്ളിൽ വീണ വിത്തുകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ, അതിൽ അനേകരുണ്ട് അതിനകത്ത് പങ്ക്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. കണ്ടത്, ഇത് രണ്ടും എന്നെ സ്വാധീനിച്ചു. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. കേൾക്കുന്നത് മാത്രമല്ല, നിങ്ങൾ കാണുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. കാണുന്നതും കേൾക്കുന്നതും മനസ്സിനെ സ്വാധീനിച്ചിട്ട് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന് വിരോധമായിട്ടുള്ള ഉയർച്ചകളും ചിന്തകളും മനസ്സിനെ സ്വാധീനിച്ച് സാത്താൻ ഇന്ന് അന്നും മനുഷ്യ ഹൃദയങ്ങളിൽ ഒരു കോട്ടയായി കിട്ടി അവന്റെ തടവറയിൽ മനുഷ്യജന്മങ്ങളെ ബന്ധിക്കുകയാണ്. ഒരു കാര്യം അസന്നിഗ്ധമായി എനിക്ക് പറയാൻ സാധിക്കും, ഞാനാകട്ടെ എന്റെ കേൾവിക്കാരാകട്ടെ അനേക അനുഭവങ്ങൾ അവർക്ക് പറയുവാൻ കഴിയും. എന്നാൽ ഈ അനുഭവങ്ങൾ പ്രാപിക്കാത്ത ആളുകൾ, ഇതുപോലെ ബന്ധനത്തിലും കഷ്ടതയിലും അടിമത്തത്തിലും കഴിയുന്നവർ ഇനി എങ്ങനെ അതിൽ നിന്നും സ്വതന്ത്രമാകാം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഞാൻ 100% ഉറപ്പോടെ വിശുദ്ധ ബൈബിൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ യോഹന്നാന്റെ ലേഖനം 3:8, 1 ലേഖനം 3:8 ഇങ്ങനെ പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ഈ ബന്ധനത്തിൽ നിന്നും സ്വാതന്ത്ര്യമില്ല എന്ന് എന്റെ ജീവിത തകർച്ചകൾ എന്നെ പഠിപ്പിച്ചു. ഞാന് എന്താ പറയാ, എന്റെ ആ വേദനയിൽ നിന്ന് ഞാൻ അങ്ങ് ആ സാക്ഷ്യത്തിൽ നിന്ന് അല്പം ഒരു സന്ദേശമായിട്ട് ഞാൻ അങ്ങ് സൂചിപ്പിച്ചുള്ളൂ. എന്തായാലും ഞാൻ ആ സിനിമ കണ്ടു. എനിക്ക് എന്റെ മനസ്സിൽ ഒരാശയം, അതിൽ നിന്ന് കിട്ടിയ ഒരാശയം, ഞാനും അതുപോലെ എന്റെ കുടുംബത്തിനും എന്റെ പ്രിയപ്പെട്ടവർക്കും തകർച്ചയ്ക്ക് കാരണമായവരോട് പകരം ചെയ്യും എന്നൊരു തീരുമാനമെടുത്തു. ഞാൻ ആ നാളുകൾ, എത്രയോ നാളുകൾ ഇതിങ്ങനെ മനസ്സിൽ ചിന്ത വന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ പലവട്ടം ഈ ചിന്തകൾ മനസ്സിൽ വരുമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ആളുകളോട് പറയുവാൻ തുടങ്ങി. കാരണം ആ സിനിമയിൽ അങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും അതങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഹീറോ ആകുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. എന്തായാലും ഞാൻ ഹീറോ ഒന്നും ആയില്ല. സീറോ എന്ന് പറയുന്നതിനേക്കാൾ അതപ്പതിച്ചു പോയി. ഞാൻ ആ സിനിമ എന്നെ സ്വാധീനിച്ചത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിനകത്ത് ഇത് കൂടെ 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 എന്റെ വിചാരം, എന്റെ ചിന്തയിലേക്ക് വരും. അന്ന് ദൗർഭാഗ്യവശാൽ ഞാൻ എൻ്റെ ഭവനത്തിൽ വന്നത് വേറൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. ഓർഫനേജിലുള്ള എൻ്റെ സഹോദരിമാരെ കാണുവാൻ, എൻ്റെ അമ്മയെ കാണുവാൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ വന്നത്. 1988 ഒക്ടോബർ മാസം 31-ാം തീയതി ഞാൻ അവിടുന്ന് പുറപ്പെട്ടു. സെപ്റ്റംബർ 30-ന് പുറപ്പെട്ടു. ഒക്ടോബർ 1-ാം തീയതി ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ദീർഘവർഷങ്ങളായി വീട്ടിൽ നിന്നും പോയ എൻ്റെ പിതാവ് എൻ്റെ ഭവനത്തിൽ മടങ്ങി വന്നിട്ടുണ്ട്. എന്നെ കണ്ട എൻ്റെ പിതാവ് ഞാനുമായിട്ടുള്ള സംഭാഷണം, എനിക്ക് പിതാവിനെ കണ്ടപ്പോൾ ഒരു വ്യത്യസ്തമായ അനുഭവങ്ങൾ. പക്ഷെ മനസ്സിനകത്ത് വേറെ ഒരു ചിത്രം, എൻ്റെ മനസ്സിൽ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന പകരവും പ്രതികാര ചിന്തകളൊക്കെ മനസ്സിൽ പൊന്തി വരുവാനിടയായി. എനിക്ക് എൻ്റെ പിതാവുമായിട്ട് അവിടെ സഹകരിച്ചു പോകുവാൻ കഴിയുന്നില്ല. അപ്പൻ എന്നെ മോനെ എന്ന് വിളിച്ച് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുക്കൽ വന്നുവെങ്കിലും എനിക്ക് അപ്പന്റെ ആ സ്നേഹത്തെയോ അപ്പന്റെ ആ മോനെ എന്നുള്ള വിളിയൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാൻ അപ്പൊ തന്നെ ഇറങ്ങി വീട്ടിൽ നിന്ന് പോയി.
എന്റെ കയ്യിൽ 800 രൂപ ആ മാസത്തെ ശമ്പളം കിട്ടിയതുകൊണ്ട് ഞാൻ ആ പൈസയുമായി എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. എന്റെ ഒരു ബന്ധുവായി ഒരു കൂട്ടുകാരനെ കൂട്ടിക്കൊണ്ട് തൊട്ടടുത്തുള്ള ഒരു തിയേറ്ററിൽ പോയി അന്ന് രാത്രി ഒരു സിനിമ കൂടി കണ്ടു. ആ സിനിമ, അതിനകത്തെ കഥ അത് കണ്ടു പൂർത്തിയാക്കുന്നതിന് മുൻപ് കണ്ട സിനിമയ്ക്ക് പ്രേരണ നൽകുന്ന കഥ തന്നെയായിരുന്നു ഇതിനകത്തെ. ഇന്റർവെൽ ആയ സമയത്ത് ഞാൻ അപ്പോൾ സാത്താൻ യൂദയിൽ പ്രവേശിച്ചു. ബൈബിളിൽ അനേക ഭാഗത്ത് എഴുതിയിട്ടുണ്ട് സാത്താൻ ഓരോരുത്തരുടെ ഉള്ളിൽ എങ്ങനെ കയറുന്നു എന്ന്. ഞാൻ ആ രംഗം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു പയ്യൻ തന്റെ പിതാവിനെ ജാക്കി ലിവർ കൊണ്ട് ലോറി ഡ്രൈവർ ആയിരിക്കുന്ന താൻ ടയർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പിറകിലൂടെ ചെന്ന് തന്റെ അമ്മയെ മർദ്ദിച്ചതിന്റെ പ്രതികാരം വീട്ടുന്നതായിട്ട് തലയ്ക്കടിച്ചു കൊല്ലുന്ന രംഗമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് പിന്നെ അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു? ഞാൻ ആ തിയേറ്ററിൽ തന്നെ ഇരുന്നു കൊണ്ട് അക്ഷരാർത്ഥത്തിൽ എന്റെ ഭാവനയിൽ ഞാൻ ആ പ്രവൃത്തി ചെയ്തു. പക്ഷേ പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ പ്രിയ പിതാവ് കിടന്നുറങ്ങുന്ന സമയം, അന്ന് പകൽ മുഴുവൻ അധ്വാനിച്ച് മക്കളെ സ്നേഹിക്കുന്നതിൻ്റെയും കുടുംബത്തെക്കുറിച്ച് കരുതലുള്ളതിൻ്റെയും ഒരു നല്ല മനസ്സാണ് അത് കാണിക്കുന്നത്. പക്ഷെ അതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ പൈശാചികമായ, അല്ലെങ്കിൽ ആ പ്രതികാരത്തിന്റെ ചിത്രം, ആ പ്രതികാരത്തിന്റെ കഥ എൻ്റെ മനസ്സിനെ ആകെ ഇരുട്ടാക്കി വെച്ചിരുന്നു. ഞാൻ വന്നിട്ട് അധികം സമയമൊന്നും നിന്നില്ല. ആ കിടന്നുറങ്ങുന്ന പിതാവിനോട് ക്രൂരമായി ഞാൻ ആ സിനിമയിൽ കണ്ടതുപോലെ തന്നെ തലയ്ക്കടിച്ച് ഞാൻ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. എൻ്റെ ബന്ധുക്കള്, അമ്മ, സഹോദരങ്ങളൊക്കെ വീട്ടിലകത്തുണ്ടെങ്കിലും അപ്പൻ പുറത്താണ് കിടന്നത്. ഞാൻ ഈ കഥ അധികം വിവരിക്കുന്നില്ല, കാരണം എനിക്കത് അങ്ങനെ വിവരിക്കാൻ എനിക്ക് മനസ്സിന് പ്രയാസമുണ്ട്. പക്ഷെ അവർ ഓടി വന്നെങ്കിലും എനിക്ക് എൻ്റെ മനസ്സിൽ ആരോടും ഒരു സ്നേഹമൊന്നുമില്ല. എനിക്ക് എല്ലാവരോടും പകവീട്ടു. പെട്ടെന്ന് ഞാൻ അവരെയും ആക്രമിക്കാൻ ശ്രമിച്ചു. അവര് നിലവിളിച്ചുകൊണ്ട് ഓടി. അവർ പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം പറഞ്ഞു. അവർ വന്നത് പിറ്റേ ദിവസമാണ്. കാരണം ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആയതുകൊണ്ട് പോലീസില് പരാതി 1-ാം തീയതി രാത്രി തന്നെ പറഞ്ഞെങ്കിലും അവർ വന്നില്ല. അവർ 2-ാം തീയതി വന്നു. അപ്പോഴേക്കും എൻ്റെ ഭാഗത്ത് സിനിമയുടെ ശക്തി വർദ്ധിച്ചു. അഥവാ ദുരാത്മാവിന്റെ പ്രവൃത്തി, മാനസികമായിട്ട് ഞാൻ പൈശാചിക ബന്ധനത്തിലായിരുന്ന എൻ്റെ ഉള്ളിലെ പക വർദ്ധിച്ചു. ഞാൻ ഇടയ്ക്ക് ഞാൻ പറയട്ടെ, എൻ്റെ മനസ്സ് വേദനിക്കുകയാണ്. എൻ്റെ കേൾവിക്കാരൻ, ഒരുപക്ഷെ നിങ്ങളിപ്പം ദൈവത്തെ അറിയുന്നവരും ദൈവത്തെ അറിഞ്ഞവരും ഒക്കെയാണ് ഇത് കൂടുതലും ഇത് കേൾക്കുന്നതും കാണുന്നത്. എന്നാൽ നിങ്ങൾ മുഖാന്തരമോ ഷെയറിങ്ങിലൂടെയോ നിങ്ങളുടെ വാമൊഴിയായിട്ടോ ഈ പശ്ചാത്തലം, ഈ അനുഭവം അറിയാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പ്രതികാര മനസ്സ്, നിങ്ങൾക്ക് ഏറ്റ മുറിവുകൾ, നിങ്ങൾക്ക് വന്ന തകർച്ചകൾ, എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം, ഞാൻ ഒരു ദിവസം അതിന് പകരം ചെയ്യും എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങളെ ശത്രു കരങ്ങളിൽ എടുത്തു കഴിഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങളെ ഒരു നാശത്തിൽ കൊണ്ട് എത്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഈ പക വീട്ടുവാൻ വേണ്ടിയല്ല ഞാൻ എൻ്റെ വീട്ടിൽ വന്നത്. സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണുവാൻ വേണ്ടി വന്നപ്പോൾ അന്നുണ്ടായ സാഹചര്യം എൻ്റെ ചിന്തകൾക്ക് അപ്പുറമായിരുന്നു. പക്ഷെ എൻ്റെ അകത്ത് സ്നേഹത്തിനോ ബന്ധങ്ങൾക്കോ ഇടമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെയും പോയി. ഞാൻ കണ്ടതൊരു സിനിമയായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ മദ്യപാനമായിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, മയക്കുമരുന്നായിരിക്കാം. പക്ഷെ എന്തു തന്നെ ആയാലും ഇതൊന്നും നമ്മെ രക്ഷിക്കില്ല. ഞാനത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കുന്ന പ്രതികാര ചിന്തകൾക്ക് കൂടുതൽ ആക്കം നൽകുന്ന, കൂടുതൽ പ്രചോദനം നൽകുന്നതാണ് എനിക്ക് അവിടുന്ന് കിട്ടിയ സന്ദേശം. അത് കൊലപാതകത്തിൽ അവസാനിച്ചു. അവിടെ കൊണ്ടും തീരുന്നില്ല. അന്ന് രാത്രിയിൽ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എൻ്റെ പിതാവിനോടുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിനകത്തേക്ക് വന്നു. പെട്ടെന്ന് എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ആ പകയുടെ സ്പിരിറ്റ് അങ്ങ് മാറി. ഒരല്പസമയത്തേക്ക് ഞാൻ എന്തിനിങ്ങനെ ചെയ്തു എന്ന് ഞാൻ ഓർത്തു. ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് പെട്ടെന്ന് ഒരു മനോഭാവത്തിനൊരു ചേഞ്ച് വന്നു. ഞാൻ എൻ്റെ പിതാവിനെ എടുത്തുകൊണ്ടുപോയി അകത്ത് കിടത്തി ഏറെ കരഞ്ഞു. ഞാൻ എൻ്റെ പിതാവിനോട് കൂടെ കിടന്നുറങ്ങി. 2 വിളക്കും മെഴുകുതിരി പോലെ 2 വിളക്കും, മണ്ണെണ്ണ വിളക്കാണ്, കരണ്ട് പോയി കത്തിച്ചു വെച്ചു.
ഞാൻ അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. നേരമെടുത്തപ്പോൾ നാട്ടുകാരും എന്റെ വീട്ടുകാരും കൂടി അതിരാവിലെ വന്നു. അവര് വന്നപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സ് മാറി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരതയില്ലാത്തൊരു മനസ്സ് ഉടമയായി ഞാൻ ആ രാവിലെ ഞാൻ എഴുന്നേറ്റു. പണ്ട് ഞാൻ ഓർത്തെടുക്കുന്ന ഒരു അനുഭവമുണ്ട്. എന്റെ പിതാവ് നല്ലവനായിരുന്നുവെന്നും എന്റെ കുടുംബം ഇതുപോലെ തകരുവാൻ കാരണമായത് പണിക്ക് പണ്ട് നിന്നിരുന്നു എന്ന് പറയുന്ന ഒരു സ്ത്രീയാണെന്നും ഉള്ള ഒരു ഓർമ്മ മനസ്സിനകത്തേക്ക് വന്നു. ഉടനെ ഞാൻ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ചെന്നു. 1 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. അവിടെ ചെന്ന് ആ പ്രഭാതത്തിൽ ആ സ്ത്രീയെയും, ഇനി ഞാൻ അധികം വിവരിക്കുന്നില്ല, പിന്നീട് ഞാൻ പോലീസിന്റെ പിടിയിലായി. 2 പേരും മരിച്ചു. ഞാൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. പക്ഷെ എനിക്ക് ജയിലിൽ ചെന്നപ്പോൾ അവിടെയുള്ളവരുടെ കഥകളും വർത്തമാനങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ വേറെ 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 ചിന്തകൾ. ഒരു വിധത്തിലും നന്മയ്ക്കോ മനസ്സിന്റെ മാറ്റത്തിനോ പ്രേരണ നൽകുന്ന യാതൊരു വിധമായ ബന്ധങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഇല്ലായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം ജാമ്യം ലഭിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. പക്ഷെ ഇന്നെനിക്ക് വ്യക്തമായി അറിയാം ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന്. ഞാൻ പുറത്തിറങ്ങി വന്നു. പിന്നെയും ഇതുപോലെ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു. പിന്നെ ജയിലിൽ വെച്ച് പുതിയ പാഠങ്ങളാണ് പഠിച്ചത്. പിടിച്ചുപറി, മോഷണം, അതുപോലെ തന്നെ കവർച്ചകൾ, അങ്ങനെ അനവധി പ്രയാസങ്ങൾ അനേകർക്ക് ഞാൻ ഉണ്ടാക്കി. എന്നെ പഠിപ്പിച്ച ടീച്ചർക്ക് ഉൾപ്പെടെ അനവധി കേസുകളിൽ പിന്നെയും ഒന്നിനു പുറകെ ഞാൻ അകപ്പെട്ടു. എന്നാൽ പലതും പിടിക്കപ്പെട്ടില്ല എന്ന് മാത്രം. എന്നാൽ പിന്നെയും ഞാൻ ഒരിക്കൽ ഒരു ഭവന വേതനം അല്ലെങ്കിൽ ഒരു കവർച്ചയ്ക്ക് വേണ്ടി അവിടെ വെച്ച് ഞാൻ പിടിക്കപ്പെട്ടു. രക്ഷപ്പെടാൻ വേണ്ടി അവരെല്ലാം ഞാൻ ആക്രമിച്ചു. അവരെല്ലാം മുറിവേറ്റു. ആ കേസിൽ ഞാൻ പിന്നെയും പിടിക്കപ്പെട്ടു. പിന്നെ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഇത് എൻ്റെ ഒരു ജീവിത ശൈലിയായി മാറി. ഒടുവിൽ ആ കേസുകളെല്ലാം 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ശിക്ഷിച്ചു. 1990 മാർച്ച് മാസം 14 എന്റെ കോടതിയുടെ വിധിയായിരുന്നു. 2 കേസിൽ. എനിക്ക് ഒരു കേസിന് ജീവപര്യന്തം, രണ്ടാമത്തെ കേസിന് വധശിക്ഷ ലഭിക്കുവാനുള്ള തെളിവുണ്ടെന്ന്. എന്നാൽ എനിക്ക് വധശിക്ഷ ലഭിച്ചില്ല. എനിക്ക് ആ കോടതിയിൽ നിന്ന് തന്നെ ഇളവ് ലഭിച്ചു. മറ്റു കേസുകൾ അതിന് 10 വർഷം, വേറെ ചില കേസ് ഫൈൻ അടിച്ച്, അങ്ങനെ മൊത്തം 4 കേസുകൾ പിടിക്കപ്പെട്ടതിൽ ശിക്ഷിക്കപ്പെട്ടു. എല്ലാ കേസുകളുടെ ശിക്ഷയുമായി ഒന്നിനു പുറകെ ഒന്നായി ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ മാർച്ച് മാസം 16-ാം തീയതി ഞാൻ ചെല്ലുന്ന ആ ദിവസമാണ് അനേക വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ റിപ്പർ ചന്ദ്രനെയും വാഗേരി ബാലകൃഷ്ണനെയും 90-ലും 91-ലും തൂക്കിക്കൊന്നു. ഞാൻ ചെന്ന അന്ന് വാഗേരി ബാലകൃഷ്ണനെ 5 പേരെ കൊന്ന ആ പ്രതിയെ തൂക്കിക്കൊന്ന ദിവസമായിരുന്നു. പക്ഷെ പകരം ആ വ്യക്തിയുടെ സ്ഥാനത്ത് ഞാൻ ആയിരിക്കേണ്ട ആ സ്ഥിതിയിൽ നിന്നും, മരണത്തിൽ നിന്ന് നീക്കുപോക്ക് നൽകി എന്റെ ദൈവം എന്നെ രക്ഷിച്ചു എന്ന് അന്ന് ഞാൻ അറിയുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ഞാൻ ജീവനോടെ ഇരുന്നവന്റെ പ്രവൃത്തികളെ വർണ്ണിക്കണമെന്നും ഞാൻ കർത്താവിന്റെ സാക്ഷിയാകണമെന്നും ദൈവം എന്നെ കണ്ടിരുന്നു. ഇല്ലെങ്കിൽ എത്രയോ സാഹചര്യങ്ങൾ, മരണകരമായ അനുഭവങ്ങൾ കടന്നുപോയി. എന്നാൽ ദൈവം എന്നെ താങ്ങി ജയിലിനകത്ത് വന്നു. വർഷങ്ങൾ പിന്നീട് വേഗത്തിൽ കടന്നുപോയി. പക്ഷെ ഒരു ദിവസം ഒരു വർഷം എന്ന പോലെ, ബൈബിൾ വായിക്കുന്ന പോലെ കർത്താവിന്റെ വർഷം, മനുഷ്യന്റെ 1000 വർഷം, ദൈവത്തിന് 1 വർഷം എന്ന പോലെ ജയിലിൽ സമയം പോകുന്നില്ല. പക്ഷെ 5 വർഷം കടന്നുപോയി. ഇതിനോടകം മർദ്ദനങ്ങളേറ്റ് ഞാൻ രോഗിയായി മാറി. ആന്തരിക അവയവങ്ങളിൽ പലതിനും കേടുപാടുകൾ സംഭവിച്ചു. പലവിധത്തിലും എനിക്ക് ആസ്മ രോഗം, മൈഗ്രെയിൻ തലവേദന, അതുപോലെ തന്നെ ദുരാത്മാവിനാലുള്ള മെന്റലി ഒരു ഡിപ്രഷൻ അവസ്ഥ. അതുമാത്രമല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ കൂടെയുള്ള തടവുകാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഞാൻ ആക്രമിക്കും. അങ്ങനെ അനവധി പ്രയാസങ്ങൾ ജയിലിനകത്തുണ്ടായി. ഓരോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ആയുസ് ഇഞ്ചിഞ്ചായി തകരപ്പെടുകയാണ്. കാരണം അതുപോലെ മർദ്ദനങ്ങൾ കൊള്ളും. പക്ഷേ ഗദരദേശത്തെ ഭൂതഗ്രസ്തന് വേദന അറിയുന്നില്ല. കാരണം അവൻ സുബോധമുള്ളവനല്ല. എന്റെ ജീവിതത്തിൽ 93 എത്തുന്നത് വരെ അങ്ങനെ വിവിധ ഹോസ്പിറ്റലുകളിലൂടെ കടന്നുപോയി, ട്രീറ്റ്മെന്റിലൂടെ കടന്നുപോയി. 2 ഓപ്പറേഷൻസ് എന്റെ ശരീരത്തിൽ, മേജർ ഓപ്പറേഷൻസ് കഴിഞ്ഞു. ഇതൊക്കെ ജയിലിൽ എന്താ പറയാ, ഒറ്റയ്ക്ക് ഒരു മനുഷ്യനില്ലാതെ ഓപ്പറേഷൻസിൽ 2 മേജർ ഓപ്പറേഷൻ, അനസ്തീഷ്യ നട്ടലിന് നൽകി, ഒന്ന് തലയിലും ഒന്ന് കാലിലും ഒരു മുഴ മാറ്റി, ഇതൊക്കെ ഓപ്പറേഷൻസ്. അനവധി പീഡകളിലൂടെ, അനവധി
മാനസികതകളിലൂടെ, അനവധി ശാരീരിക പ്രയാസങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. ഇങ്ങനെ കടന്നു പോകുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിനകത്ത് പലപ്പോഴും ദൈവത്തിന്റെ സ്വാധീനം എന്ന് അന്ന് അറിയില്ല, പക്ഷെ ഇപ്പോൾ എനിക്ക് ഓർക്കുമ്പോൾ അതെല്ലാം അറിയാമായിരുന്നു. ആദ്യത്തെ സ്വാധീനം ഉണ്ടായത് ഞാൻ പരോളിൽ ഇറങ്ങി ജാമ്യത്തിൽ ഇറങ്ങി വന്നേരം. ഓരോ കേസ് കഴിയുമ്പോഴും എന്റെ വീട്ടുകാർ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ വീട്ടുകാർ എന്നെ കൈവിട്ടു. ആദ്യമായി ഞാൻ ജാമ്യത്തിൽ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ പിതാവിന്റെ കല്ലറയ്ക്കൽ അല്ലെങ്കിൽ ആ സെമിറ്ററി, ഞങ്ങൾ ആർച്ച് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അവിടെ ഒന്ന് ചെന്ന്, ആരും ഇല്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് ചെന്ന് എന്റെ വേദന, എന്റെ മനോവേദന അത് മനുഷ്യർക്ക് പറഞ്ഞാൽ, സ്വന്തം പിതാവിനെ കൊന്നിട്ട് ഇപ്പോൾ അവൻ ദുഃഖം പറയുന്നു പോലും, ഇങ്ങനെയൊക്കെ വിമർശിക്കുന്നവരുണ്ടാകും. എന്നെ കേൾക്കുന്ന ദൈവജനത്തോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ നിങ്ങൾക്ക് എന്തും ചിന്തിക്കാം. പക്ഷെ എന്റെ വേദനകൾ അറിയുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് വാവിട്ട് കരയുമായിരുന്നു. പക്ഷേ ആ കല്ലറയ്ക്കലുള്ള എന്റെ കരച്ചിൽ നിന്നും ഒരു മാറ്റവും വരാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്റെ ഹൃദയത്തെ സ്വാധീനിച്ചൊരു സംഭവമുണ്ട്. ഇന്നെന്ന പോലെ എനിക്കറിയാം, ആ പള്ളിയുടെ മതിലുകളിൽ കുറെ വാക്യങ്ങൾ, വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായി, ഞാൻ അറിയാതെ, ഞാൻ മനസ്സു വയ്ക്കാതെ, സിനിമയിൽ നിന്നും എൻ്റെ ഉള്ളിൽ പതിഞ്ഞതുപോലെ തന്നെ എൻ്റെ മനോമുഖരങ്ങളിൽ എഴുതപ്പെട്ട ഒരു സംഭവമുണ്ട് ഈ വാക്യങ്ങളാകും. അതിലൊരു വാക്യം ഇങ്ങനെയാണ്, അപ്പസ്തല പ്രവൃത്തി 17:27. ഞാൻ ഉപയോഗിക്കുന്നത് ആ മതിലുണ്ടായിരുന്നു POC ബൈബിളിലെ വാക്യമാണ്. അറിയായ്മയുടെ കാലഘട്ടങ്ങളെ ഞാൻ കണക്കിലെടുത്തു, എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കും. അറിയായ്മയുടെ കാലഘട്ടങ്ങൾ കണക്കിലെടുക്കാത്ത ഒരു ദൈവമുണ്ടെന്ന് എനിക്കതിന്റെ ഉൾക്കാഴ്ചയൊന്നും പിടികിട്ടി. അതിന്റെ തൊട്ടടുത്ത വചനം ഇങ്ങനെയായിരുന്നു, നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ നീ അവന് ആഹാരവും, ദാഹിക്കുന്നുവെങ്കിൽ നീ അവന് കുടിക്കാനും നൽകുക. അതിന്റെ അടുത്ത വാക്യം, ഞാനിങ്ങനെ എല്ലാ ദിവസവും അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഈ മതിലിലെ എല്ലാ വാക്യങ്ങളും ഞാൻ വായിച്ചു പോകുമായിരുന്നു. അടുത്ത വചനം ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ, പ്രതികാരം കർത്താവിനുള്ളത്, അവൻ പകരം ചെയ്യും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പകരം നിന്റെ ശത്രുവിനോട് ക്ഷമിക്കും. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഇതിന് നേരെ ഘടക വിരുദ്ധമായിട്ടാണല്ലോ ചെയ്തത്. പിന്നെ എനിക്ക് അതിലെ വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്റെ മനസ്സിനെ എനിക്ക് അസ്വസ്ഥത. കാരണം ഞാൻ ഈ വചനം എന്നോട് പറയുന്നു, ഞാൻ ഇത് മുഴുവൻ ഇതിന് വിരോധമായി ചെയ്ത ഒരു മനുഷ്യൻ. പിന്നെ ഞാൻ പള്ളിയിൽ പോകില്ല, പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് തിരിയുന്നില്ല. അടുത്ത കേസിൽ പെട്ടു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, എന്നെ രക്ഷിക്കാൻ എന്റെ ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. സുവിശേഷം 13:34 ഇങ്ങനെ ഒരു വാക്യമുണ്ട്, എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാക്യമാണ്. യെരൂശലേമിനെ നോക്കി കരയുന്ന കർത്താവിന്റെ ഹൃദയത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. യെരൂശലേമേ യെരൂശലേമേ, തള്ളക്കോഴി കുഞ്ഞിനെ ചിറകിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ എന്നോട് ചേർക്കുവാൻ ഞാൻ എത്രയോ വട്ടം ആഗ്രഹിച്ചു, പക്ഷെ നിനക്ക് മനസ്സിലായിരുന്നു. നിന്റെ അടുക്കലുള്ള എന്റെ സന്ദർശനകാലം നീ അറിയായതുകൊണ്ട് നീ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നീ തകർന്നു പോകും. പ്രിയമുള്ളവരെ, യെരൂശലേമിന്റെ ബൈബിൾ ചരിത്രമൊക്കെ എനിക്കറിയാം, ഞാൻ അതിവിടെ വിവരിക്കുന്നില്ല. പക്ഷെ ഞാൻ പച്ച മലയാളത്തിൽ എന്റെ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, അവിടുത്തെ ഒരു തിയോളജിയേക്കാൾ ഉപരി ഏത് മനുഷ്യനെയും രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ ഹൃദയം ഞാൻ നിങ്ങളോട് പറയുക. ആരും നശിച്ചു പോകുവാൻ അവിടെ ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നുള്ളത് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരു തള്ളക്കോഴി ഏതെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിച്ച് തന്റെ കീഴിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്നും കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ഏത് മനുഷ്യനെയും അവൻ എത്ര തകർന്നവനെങ്കിലും അവന്റെ അറിയായ്മയുടെ കാലഘട്ടങ്ങളെ കണക്കിലെടുക്കാത്ത ദൈവം ചിറക് വിരിച്ച് അതിൽ മറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്റെ കേൾവിക്കാരെ, അതൊരു പക്ഷെ ഒരു മതിലിലെ വാക്യമായിരിക്കാം, നിങ്ങൾ നടന്നു പോകുമ്പോൾ കേൾക്കുന്ന ഒരു സന്ദേശമായിരിക്കാം, ഒരു കൊച്ചു പുസ്തകത്തിന്റെ താളോ ഒരു ട്രാക്റ്റോ ആയിരിക്കാം, അതല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരുമായിട്ടുള്ള ഒരു സംഭാഷണം, ഏതെങ്കിലും ഒരു മുഖാന്തരം. ഞാൻ ഇതെല്ലാം എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മറക്കുവാൻ കഴിയാത്ത അനവധി അനുഭവങ്ങളുണ്ട്. പക്ഷെ ഞാനത് തിരിച്ചറിയാതെ പോയി. മത്തായി 22:29 ഇങ്ങനെ പറയുന്നു,
വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ട് നിങ്ങൾ നശിച്ചു പോകുന്നു, നിങ്ങൾ തെറ്റിപ്പോകും. യോഹന്നാന്റെ സുവിശേഷം 8 യേശു ഇങ്ങനെ പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഞാൻ പറയട്ടെ, അറിയണമെന്ന ആഗ്രഹത്തോടെയാണ് തകർന്നത്. പാസ്റ്റർ പറഞ്ഞില്ലേ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് തകർന്നു പോയെങ്കിലും കളയാതെ അതിനെ ഒരു മാനപാത്രമാക്കിയതുപോലെ. എനിക്ക് ഈ സങ്കീർത്തനത്തിൽ ദാവീദിന് ഇഷ്ടപ്പെട്ട ഒരു പദമുണ്ട്, ഞാനൊരു ഉടഞ്ഞ പാത്രമാണ്. പ്രിയമുള്ളവരെ, ഒരു മൺപാത്രം ഉടഞ്ഞു പോയാൽ അതിനെ ആരും പിന്നെ വീട്ടിൽ സൂക്ഷിക്കില്ല, പുറം പറമ്പിലോ ഏതെങ്കിലും വേലിക്കരികിലോ കൊണ്ടുപോയി കളയും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തകർന്നു പോയ, ഉടഞ്ഞു പോയ എന്നെ ദൈവം നശിച്ചു പോകാതെ ചേർക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അവന്റെ ആ ചിറകിലേക്ക് വരുവാൻ മനസ്സില്ലാതെ, അത് തിരിച്ചറിയാതെ എനിക്ക് ബോധിച്ച വഴി ലൂക്കോസ് സുവിശേഷം 19:10 വായിക്കുന്നു, ആടുകളെ പോലെ നാം വഴി തെറ്റിപ്പോകും, എന്നാൽ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ വന്ന മനുഷ്യപുത്രൻ ഉടഞ്ഞുപോയ ആ പാത്രം എവിടെയോ വലിച്ചു കളഞ്ഞതുപോലെ ആർക്കും ഇനിയും ഇവരെ നന്നാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചിന്തയിൽ ജയിലറയ്ക്കുള്ളിലേക്ക് വലിച്ചെറിയപ്പെട്ട എന്നെ തേടി കാണാതെ പോയതിനെ കണ്ടെത്തി രക്ഷിപ്പാൻ വന്ന മനുഷ്യപുത്രൻ ആ ജയിലറയ്ക്കുള്ളിൽ പിന്നെയും ആ വിരിച്ച ചിറകുമായി ഒരമ്പതന്റെ കുഞ്ഞിനെ പറന്നാലും പറക്കാത്ത അപ്പന് മക്കളോടെന്ന പോലെ കരുണയുള്ളത് അവൻ പിന്നെയും 5 വർഷങ്ങൾക്ക് ശേഷം അവിടെ കടന്നു വന്നു. എനിക്കറിയില്ല, പക്ഷെ ഞാൻ തകർന്നവനായി, രോഗിയായി, ഹോസ്പിറ്റലുകൾ കൈവിടപ്പെട്ടവനായി, ഓപ്പറേഷനുകൾ വിധേയമായി, മാനസികമായ ഡിപ്രഷൻ, പിശാച് എന്താ പറയാ, വവ്വല് ചപ്പി അടക്കിയ പോലെ, ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ചതഞ്ഞ ഓടയും പോയിരുന്ന തിരിയുമായി തകർന്ന് ഉടഞ്ഞു പോയ മൺപാത്രത്തിന്റെ കഷ്ണമായിരുന്ന എന്നെ തേടി അവർ വന്നു. അതൊരു പ്രാർത്ഥനാ മീറ്റിംഗ് ആയിരുന്നു, ഒരു കരിസ്മാറ്റിക് മീറ്റിംഗ്. എന്നാൽ ഇതിനിടയിൽ എന്റെ കുടുംബത്തിൽ പലരെയും കർത്താവിന്റെ സ്നേഹം കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ സന്ദർശിച്ചു. കോട്ട എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രവുമായിട്ട് എന്റെ കുടുംബത്തിൽ പലരും ബന്ധപ്പെട്ടു. വിശുദ്ധ ബൈബിളിലേക്ക് എന്റെ കുടുംബത്തെ ദൈവം ആകർഷിച്ചു. കർത്താവ് യേശുവിന്റെ നാമം വിളിച്ചുള്ള പ്രാർത്ഥനയും ആരാധനയും എന്റെ വീട്ടിൽ, കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും വിശുദ്ധ ബൈബിളിനും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിനും എന്റെ കുടുംബത്തിൽ ഇടമുണ്ടായി. വിശുദ്ധ ബൈബിൾ പറയുന്നു, കർത്താവ് യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്റെ കുടുംബത്തിൽ പലരും, എന്റെ ബന്ധുക്കളിൽ പലരും, ഞാൻ അറിയാത്ത അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ പിന്നത്തേതിൽ കേട്ടു. അങ്ങനെ ഒരിക്കൽ എൻ്റെ അമ്മ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ വെച്ച് പ്രവചനാത്മാവിൽ ഇങ്ങനെ ഒരു സന്ദേശം എൻ്റെ അമ്മ കേട്ടു എന്ന് നാട്ടുകാരുൾപ്പെടെ ഒരു പരസ്യവേദിയിലാണ് അത് കേൾക്കുന്നത്. ജയിലിൽ കിടക്കുന്ന മകനെ ഓർത്ത് കരയുന്ന ഒരമ്മ ഇവിടെയുണ്ട്. അമ്മയുടെ കരച്ചിൽ കർത്താവ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഇന്നെനിക്ക് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, 56-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യം, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ മകളെ, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ എന്റെ തുരുത്തിയിൽ ആക്കി വെച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതൊരു പക്ഷേ എന്റെ ജീവിതത്തിൽ എന്നെ ആത്മീകമായ എന്റെ അനുഭവത്തിന്റെ മാറ്റങ്ങൾക്ക് ഒരു തുടക്കമായിരുന്നിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കതിന് വേറെ തെളിവുകളൊന്നും നൽകുവാനില്ല, കേട്ടുകേൾവികൾ മാത്രം. എന്തായാലും ഈ കാലഘട്ടത്തിൽ എന്റെ അനുജൻ 5 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി എന്റെ കുടുംബത്തിൽ നിന്നും ഒരു കെട്ട് ആത്മീക പുസ്തകങ്ങളുമായി, ഒരു ബൈബിളുമായി എന്റെ അനുജൻ എന്നെ ആദ്യമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കാണാൻ വരികയാണ്. ഞാൻ അവനോട് പറഞ്ഞു, എനിക്ക് ഇതിനോടൊന്നും ആവശ്യമില്ല എന്ന് ഞാനത് അവനെ നിരസിച്ചു. അവൻ വളരെ ദുഃഖത്തോടെ എന്നെ കണ്ടിട്ട് പറഞ്ഞു, യേശുവിനല്ലാതെ നിന്നെ രക്ഷിപ്പാൻ ഇനി ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വളരെ വേദനയോടെ അവൻ മടങ്ങിപ്പോയി. പക്ഷെ അവന്റെ കണ്ണുനീരും ദൈവം കണ്ടു.
ആ വർഷം അവൻ പോയതിന്റെ 1 മാസം കഴിഞ്ഞപ്പോൾ ജയിലിൽ നടക്കുന്ന ഈ മീറ്റിംഗിൽ ഞാന് യാദൃച്ഛികമായി ഒരാകർഷണം എനിക്ക് മനസ്സിൽ വന്നു. ഞാൻ ആ മീറ്റിംഗിൽ പോയി പങ്കെടുത്തു. ആ മീറ്റിംഗിൽ വെച്ച് ഞാൻ ജീവിതത്തിൽ ആദ്യമായി സുവിശേഷ പ്രസംഗം കേൾക്കുകയാണ്. മറ്റ് മതപരമായ ഉദാശകളും മറ്റു കാര്യങ്ങളൊക്കെ ധാരാളം ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ബൈബിൾ പ്രഭാഷണം ആദ്യമായി കേൾക്കുന്നത് അവിടെ വെച്ചാണ്. യെശയ്യാവിന്റെ പുസ്തകം 59 1-2 വാക്യം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ കാതുകൾ മന്ദമായിട്ടില്ല. എന്നാൽ നിന്റെ അകൃത്യങ്ങൾ നിന്നെയും നിന്റെ പാപങ്ങൾ നിന്റെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. അതുകൊണ്ട് അവന്റെ മുഖം നിനക്ക് മറവായിരിക്കുന്നു. എന്നാൽ നിന്റെ പാപം എത്ര കടുംചുമപ്പെങ്കിലും അത് രക്തം പോലെ വർണ്ണമെങ്കിലും അത് കമ്പിളി പോലെയും ഹിമം പോലെയും വെളുപ്പിക്കുവാൻ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ആകയാൽ നിന്റെ തെറ്റുകൾ നീ മറച്ചു വെക്കാതെ അവയെ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമെങ്കിൽ നിനക്ക് കരുണ ലഭിക്കും. അപ്പനും മക്കളോട് എന്ന പോലെ ദൈവത്തിന് നിന്നോട് കരുണയുണ്ട്. ഒരു സാധാരണക്കാരനായ ഒരു ആത്മായൻ, അദ്ദേഹം തന്റെ അനുഭവം ഹിന്ദു മേഖലയിൽ നിന്നാണ് എനിക്ക് ഓർമ്മ. കോഴിക്കോടുള്ള ഒരു സഹോദരനാണ്, തളിപ്പറമ്പിലുള്ള ഒരു സഹോദരി. ഇവർ രണ്ടുപേരുടെ പ്രഭാഷണം, എൽസി എന്ന് പറയുന്ന എറണാകുളത്തുള്ള ഒരു സ്ത്രീയുടെ, ഇങ്ങനെ ഇവരുടെയൊക്കെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ അവരിങ്ങനെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയുള്ളതായ ധ്യാന യോഗമായിരുന്നു 3 ദിവസത്തെ. ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് പാട്ട്. ഈ പ്രഭാഷണങ്ങളിൽ അന്ന് മതിലിൽ കണ്ടപ്പോൾ മനസ്സിൽ പതിഞ്ഞതുപോലെ ഇവർ പറയുന്ന വചനങ്ങൾ എന്റെ ഹൃദയത്തിൽ, അതെ, നല്ല നിലത്ത് വീണ വിത്ത് പോലെ എന്റെ ഹൃദയം ആ വചനത്തെ സ്വീകരിക്കുകയായിരുന്നു. അഥവാ ഞാൻ ജീവിതത്തിൽ ഞാൻ അറിയാതെ എന്റെ കർത്താവിന് ഞാൻ ഹൃദയത്തിൽ ഇടം കൊടുക്കുകയായിരുന്നു. ആ നല്ല കർത്താവ് എന്റെ ഹൃദയത്തിന്റെ മുറിവുകൾ ഓരോന്നോരോന്നായി അവൻ കഴുകുവാൻ തുടങ്ങി. അത് തന്റെ വചനത്തിലൂടെയും തന്റെ ആത്മാവിലൂടെയും. ഞാൻ കേൾക്കുന്ന വചനങ്ങൾ എന്റെ ഹൃദയത്തെ ഉടയ്ക്കുകയും എന്റെ മനസ്സിനെ സൗഖ്യമാക്കുകയും എന്റെ കണ്ണുകളിലൂടെ ധാരധാരയായി എനിക്ക് ഇരിക്കാൻ, എനിക്ക് സ്വസ്ഥമാകുവാൻ കഴിയാത്ത നിലയിൽ അതെന്നെ അസ്വസ്ഥതയിൽ നിന്ന് അസ്വസ്ഥതയിലേക്ക് ഞാൻ വലിയ വായി നിലവിളിക്കുകയും ഞാൻ കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് നിലവിളിക്കുകയും ചെയ്ത ദിനങ്ങളായിരുന്നു അത്. യെശയ്യാവിന്റെ പുസ്തകം 49 1, 2, 15, 16 വാക്യത്തിൽ മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ മറക്കും, പെറ്റമ്മ തന്റെ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുന്നു, അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ അപ്പനെ കുറിച്ച്, അമ്മയെ കുറിച്ച്, സ്നേഹബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിനകത്ത് പ്രതികാരത്താൽ ഐസ് കട്ട പോലെ ഉറഞ്ഞുകൂടിയ കല്ലായ ആ ഹൃദയത്തെ ഈ വചനം ഉടയ്ക്കുകയും അതിന്റെ അടിയിൽ സ്നേഹത്തിന്റെ നല്ല നല്ല ഓർമ്മകൾ പൊന്തി വരികയും ചെയ്യുമായിരുന്നു. ഞാൻ നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, മലകൾ അകന്നു പോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും എന്റെ സ്നേഹം നിന്നെ വിട്ടു മാറുകയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെയും ദൈവവചനത്തിലൂടെയും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സമയം വരുമ്പോൾ ആ വിരിച്ച ചിറകുമായി അവൻ പിന്നെയും തേടി വന്ന് അവന്റെ പ്രവൃത്തി അവൻ ആരംഭിക്കും. എന്നിലും നിങ്ങളിലും ഒരു നല്ല പ്രവൃത്തി ആരംഭിക്കുന്നത് കർത്താവാണെങ്കിൽ അത് അവൻ തികയ്ക്കും. അതുപോലെ തന്നെയാണ് നമ്മിൽ പിശാചിന് പ്രവർത്തിപ്പാൻ ഇടം കൊടുത്താൽ അവൻ നമ്മെ അറുക്കുകയും മുടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. 25 വർഷമായി ഇപ്പോൾ 25 വർഷം വരെയും എന്റെ ഹൃദയത്തിൽ കർത്താവിന് ഇടമില്ലായിരുന്നു. എന്നാൽ ആ സമയത്തിൽ ഞാൻ എന്റെ ഹൃദയത്തിൽ കർത്താവിന് ഇടം കൊടുത്തു. അത് നിലവിളിയും അത് ഏറ്റുപറച്ചിലുമായിരുന്നു. ആരോടാ ഏറ്റുപറഞ്ഞതെന്നോ എങ്ങനെയാ ഏറ്റുപറഞ്ഞതെന്നോ എന്നും അറിയില്ല. അതൊരു ഭ്രാന്തനെ പോലെ ഒരു 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 എല്ലാവർക്കും ഒരു പരിഹാസമാകുന്ന നിലയിൽ വാവിട്ടുള്ള നിലവിളിയായിരുന്നു. പക്ഷേ ഹൃദയം നുറുകിയവർക്ക് സമീപസ്ഥനും മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നവനുമായ കർത്താവ് എന്റെ നിലവിളിയും കേട്ടു. ഞാൻ അവനെ തെരഞ്ഞെടുത്തതല്ല, സത്യമായും ഞാൻ അവനെ അന്വേഷിച്ചതല്ല. ബൈബിൾ പറയുന്നു, റോമർ ലേഖനം 10:20, എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി. യോഹന്നാന്റെ സുവിശേഷം 15:16-17 വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. ഞാൻ പോലും അറിയുന്നില്ലായിരുന്നു ഈ കരച്ചിലിന്റെയും നിലവിളിയുടെയും പ്രാർത്ഥനയുടെയും മധ്യ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ എന്നിൽ ചെയ്യുന്നുണ്ടെന്ന്.
പക്ഷേ എൻ്റെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ ആ ദിവസങ്ങളിൽ സംഭവിച്ചു. അനേക നാളുകൾക്ക് ശേഷം എൻ്റെ പിതാവിന്റെ മുഖം എൻ്റെ ഓർമ്മയിൽ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സ്കൂളിൽ എന്നെ കൂട്ടിക്കൊണ്ടുവരുവാൻ വരുന്ന ഒരു പിതാവ്. ഞാൻ അത്രയും സ്നേഹമുള്ള ഒരു പിതാവിന് ജീവിതത്തിൽ എനിക്ക് അതുവരെ ഓർക്കാനോ കാണാനോ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ പിതാവിനോട് മരിച്ചു പോയിട്ടും അങ്ങനെ അനവധി ആളുകളോട് എൻ്റെ ഹൃദയത്തിലുള്ള പ്രതികാര ചിന്തയെ മാറ്റിക്കളയുവാൻ അവരുടെ നല്ല മുഖം എൻ്റെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. പരിശുദ്ധാത്മാവിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയാണ് സാത്താൻ കണ്ണ് കുരുടാക്കി പകയിലും പ്രതികാരത്തിലും നമ്മുടെ മനസ്സിനെ കഠിനപ്പെടുത്തി തെറ്റായ ചിന്തകളും പ്രവൃത്തികളും ചെയ്യുവാൻ നമ്മെ ബന്ധിച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ നമ്മുടെ ഹൃദയം തുറക്കുവാൻ, നമ്മുടെ ബുദ്ധി തുറക്കുവാൻ, നമ്മുടെ കണ്ണുകൾ തുറക്കുവാൻ കർത്താവിന് കൃപ തോന്നി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ആ കാഴ്ചകൾ എൻ്റെ മനസ്സ് മാറ്റി. ഇനി എന്താണ് ഇതിന് പരിഹാരം? അവിടെ പരിശുദ്ധാത്മാവ് പാപത്തിന്റെ പരിഹാരകനും മനുഷ്യവർഗത്തിന്റെ രക്ഷകനുമായ യേശുവിനെ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന പോലെ ക്രിസ്തു യേശുവിനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ എന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെയും അവന്റെ ക്രൂശ് മരണത്തെയും അവന്റെ മുറിവുകളെയും അവന്റെ ഉദ്ദേശങ്ങളെയും കുറിച്ചുള്ള മനോഹരമായ അനുഭവ സാക്ഷ്യങ്ങളും പ്രഭാഷണങ്ങളും ഞാൻ കേട്ടു. അന്നൊന്നും കാര്യമായി ഇതിന്റെ അർത്ഥം പിടികിട്ടിയില്ലെങ്കിലും ആ വാക്കുകൾ, ആ വചനങ്ങൾ, ആ അനുഭവങ്ങൾ, ആ പാട്ടുകൾ, ആ പ്രാർത്ഥനകൾ അതെല്ലാം എന്നെ ഒരു സമർപ്പണത്തിലേക്കും ഒരു പ്രാർത്ഥന അനുഭവത്തിലേക്കും ഒരു തീരുമാനത്തിലേക്കും നടത്തുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന കേൾവിക്കാരോട് ഞാൻ പറയുകയാണ്, നമ്മൾക്കറിയില്ല എങ്കിലും വിശുദ്ധ വചനം യെശയ്യാവിന്റെ പുസ്തകം 55-8 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ, എന്റെ ചിന്തകളല്ല നിങ്ങളുടെ ചിന്തകൾ. ആകാശം ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് പുറപ്പെട്ട് അത് വെറുതെ അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനച്ച് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് വെറുതെ എങ്കിലേക്ക് മടങ്ങി വരാതെ ഞാൻ ഉദ്ദേശിച്ച നിവർത്തിച്ചിട്ടേ അത് വരികയുള്ളൂ. എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ആ കേട്ട വാക്കുകൾ പലതും എന്റെ ഹൃദയത്തിൽ അത് വീണിരുന്നു. ഞാൻ ജയിലിൽ അനേക വർഷങ്ങളായി, ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. എനിക്ക് അതുവരെ ലഭിക്കാത്ത ഒരു സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു ഉറക്കം. അന്ന് രാത്രി വികലമായ സ്വപ്നങ്ങളോ മാനസിക അസ്വസ്ഥതകളോ ഒന്നും കൂടാതെ രാത്രി കിടന്നുറങ്ങി. പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ ഒരു രാത്രി പോയത് അറിഞ്ഞില്ല. അതൊരു വലിയ ആരംഭമായിരുന്നു. സമയം വളരെ തീർന്നു സമയം. എന്നാൽ ഞാൻ ഒന്നിലേക്കും എത്തിയില്ല. പ്രിയമുള്ളവരെ, ഈ സമയത്തിനിടയിൽ എനിക്ക് വേണ്ടി ദൈവം വാതിലുകൾ തുറക്കുകയായിരുന്നു. ഒരു സ്വപ്ന തുല്യമായ വിടുതൽ എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. സഭ ശ്രദ്ധയോടുകൂടി അപ്പോസ്തല പ്രവൃത്തി 12:5 പത്രോസ് തടവറയിൽ ചങ്ങലയിൽ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ പലയിടങ്ങളിൽ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ ദൈവം തന്റെ ദൂതനെ അയച്ചതെന്ന പോലെ ജയിലിൽ ചില സംഭവ വികാസങ്ങൾ ഉണ്ടായി. അത് വിശദീകരിച്ചാൽ അതിൽ തന്നെ സമയം തീരും. ദൈവിക ഇടപെടൽ ജയിലിനകത്തുണ്ടായി. ആരും തിരിഞ്ഞു നോക്കാത്ത, ആരും റെക്കമെൻഡ് ചെയ്യാനില്ലാത്ത എനിക്ക് വേണ്ടി, അതെ, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കും, ഞാൻ തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല. അതെ, യെശയ്യാവ് 45:1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്നവൻ, താമരക്കഥകളെ തറയ്ക്കുന്നവൻ കൈ പിടിച്ചുകൊണ്ട് കോരച്ചന് മുമ്പായി നടന്നിട്ട് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി വഴികളെ തുറക്കും. എനിക്ക് ജയിലിന്റെ വാതിൽ തുറക്കപ്പെട്ടു. 10 ദിവസത്തെ പരോള് ലഭിച്ചു. അങ്ങനെ ആദ്യമായി ഞാൻ പുറത്തിറങ്ങി. അതൊരു അത്ഭുതമായിരുന്നു. പ്രിയമുള്ളവരെ, എന്റെ ജ്യേഷ്ഠനാണ് എന്നെ കൊണ്ടുവന്നത് ഇറക്കാൻ. അങ്ങനെ അവരുടെ ജാമ്യത്തിൽ എന്നെ ഇറക്കി. ഞാൻ പുറത്തിറങ്ങി വന്നു. എന്റെ വീട്ടുകാർ, വിശേഷാൽ എന്റെ ഒരു ബന്ധു മേരി എന്ന് പറയുന്ന ഒരു സഹോദരിയുണ്ട്, എന്റെ ഒരു ആന്റിയാണ്. അവരൊരു ഒരു ക്രിസ്ത്യൻ കൗൺസിലർ ഒക്കെയാണ്. ക്രിസ്ത്യൻ കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഒരു പ്രേക്ഷിത പ്രവൃത്തിയാണ്. അവരെന്നെ ഒരു പ്രാർത്ഥനാ ധ്യാന കേന്ദ്രത്തിലേക്ക്, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരാഴ്ച പ്രാർത്ഥനയ്ക്കായി കൊണ്ടുപോയി. ആ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ വെച്ച് ജയിലിലുണ്ടായ അനുഭവങ്ങൾ ഒരിക്കൽ കൂടി അവിടെ ആവർത്തിക്കപ്പെട്ടു. ആ അനുഭവത്തിൽ അവിടെ വ്യത്യസ്തമായ മറ്റു ചില അനുഭവങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അവിടെ എന്റെ പേര് പറഞ്ഞ് എന്റെ ചില അനുഭവങ്ങൾ അവർ പറഞ്ഞു. ലോകത്തിൽ മറ്റാർക്കും അറിയാത്ത ചില കാര്യങ്ങൾ,
അത് വ്യക്തമായും ഒരു ഒരു ഉറപ്പ് എനിക്ക് നൽകി. ഞാൻ പറഞ്ഞു, ജയിലിൽ വെച്ച് ഞാൻ ഇതൊക്കെ ഉണ്ടെങ്കിലും അപ്പോഴും ഞാൻ രോഗിയാണ്, ആസ്മ രോഗിയാണ്, പലവിധമായ പ്രയാസങ്ങൾ എനിക്കുണ്ട്. എന്നാൽ ആ പ്രാർത്ഥനാ മീറ്റിംഗിൽ വെച്ച് ക്ഷമയെ കുറിച്ചുള്ള ഒരു ക്ലാസ്, അതാണ് 1993 മെയ് മാസം 25-ാം തീയതി 10 മണി കഴിഞ്ഞപ്പോൾ ക്ഷമയെ കുറിച്ചുള്ള ഒരു ക്ലാസ്സിൽ ഞാൻ ക്ഷമിക്കുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത്, നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ എനിക്ക് നിന്നോടും ക്ഷമിക്കുവാൻ, അഥവാ എന്റെ ക്ഷമയുടെ സന്തോഷം നിനക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ബോധ്യം. പ്രിയമുള്ളവരെ, അന്ന് വാസ്തവമായി ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചു. ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, പക്ഷെ എനിക്കത് കഴിയുന്നില്ല. എന്റെ നിസ്സഹായത ഞാൻ പറയുമ്പോൾ ആ ക്ലാസ് കഴിഞ്ഞു. അതിനുശേഷം ഒരു ഇന്റർവെല്ലാണ്. ഈ ഇന്റർവെൽ സമയത്ത് അടുത്ത ആരാധന തുടങ്ങുന്നതിന് മുമ്പ് പാട്ടുപാടി എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാന് ഈ ആരാധനയിൽ പങ്കെടുക്കാതെ വേറൊരു ഭാഗത്ത് മാറി നിൽക്കുകയാണ്. അത് രോഗികളെ കിടത്തിയിരിക്കുന്ന ഒരു ഭാഗത്താണ്. അവിടെ വെച്ച് ദൈവത്തിന്റെ ശക്തി എന്നെ തൊടുവാനിടയായി തീർന്നു. എന്റെ കാലുകൾ വിറയ്ക്കുന്നത് പോലെ, തോന്നലല്ല, അക്ഷരീകമായി യഹോവയുടെ കരം അവന്റെ മേൽ വന്നു എന്ന് എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ, വെളിപ്പാടിൽ യോഹന്നാന്റെ വായിക്കുന്ന പോലെ, അതേ അപ്പസ്തോല പ്രവൃത്തി 9-ൽ പൗലോസിന്റെ അനുഭവം പറയുന്ന പോലെ വ്യക്തമായ ഒരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. എന്റെ കാലുകൾ വിറയ്ക്കുവാൻ ആരംഭിച്ചു, ശക്തമായി വിറയ്ക്കുവാൻ. ശരീരം മുഴുവൻ ഫ്രീസ് ആകുന്നത് പോലെ ദൈവശക്തിയാൽ ഞാൻ പിടിക്കപ്പെട്ടു. പെട്ടെന്ന് എന്റെ കൈകാലുകൾ കുഴയുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ എന്റെ അടുത്തുള്ള ആളോട് പറഞ്ഞു, എന്റെ കൈകാലുകൾ വിറയ്ക്കുന്നു, എനിക്കെന്തോ സംഭവിക്കുന്നു. അവരത് ഇച്ചിരി പരിഹാസ രൂപത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. അവരെന്നിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ കയറി പിടിച്ചു, എന്റെ കാലിൽ കയറി പിടിച്ചു. അപ്പോൾ എന്റെ വലത്തുവശം വിറയ്ക്കുവാൻ ആരംഭിച്ചു. ഞാൻ അന്നേരം ഈ മീറ്റിംഗ് കൂടുന്ന ആ സ്ഥലത്തേക്ക് വരുമ്പോൾ രോഗികളെ കിടത്തിയിരിക്കുന്ന ഒരു വാർഡിലൂടെയാണ് വരുന്നത്. തളർന്നു കിടക്കുന്ന ഒരു രോഗി സൗഖ്യമാകുന്നതും, ദുരാത്മാക്കളാൽ ബാധിക്കപ്പെടുന്ന ചില ആളുകൾ അവിടെ പ്രാർത്ഥിക്കുന്ന ചിലരുടെ കൈവെപ്പിനാൽ ആത്മാവിൽ എന്താ പറയാ, അവര് താഴെ വീണ മുടിയെല്ലാം അഴിച്ചു അലറി കൂവി നിലവിളിക്കുന്ന. ഞാൻ ഇതെന്താന്ന് ചോദിക്കുമ്പോൾ അവരെന്നോട് പറയാണ്, നോക്കി ഇത് രോഗിയൻ, ഞാനത് കണ്ടു. ആ സമയത്ത് ഞാൻ അവിടെ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഞാൻ വിളിച്ചു. ഞാൻ കർത്താവിനെ എന്റെ ജീവിതത്തിൽ അതൊരു സമർപ്പണത്തിലേക്ക് നയിക്കപ്പെട്ട ദിവസമായിരുന്നു. ഈ സമയത്ത് ഞാൻ എന്റെ കാതുകളിൽ ഇങ്ങനെ കേൾക്കുകയാണ്, ജയിലിൽ നിന്നും വന്നിരിക്കുന്ന പോളച്ചൻ ഇവിടെയുണ്ട്, പോളച്ചനെ കർത്താവ് തൊടുന്നു, അവനൊരു ആസ്മ രോഗിയാണ്, കർത്താവ് അവനെ സൗഖ്യമാക്കും. പ്രിയമുള്ളവരെ, അപ്പോഴാണോ പിന്നത്തേതിലാണോ എന്നെനിക്കറിയില്ല, ഞാൻ ആ സമയത്ത് വന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മേലെ ഈ ശക്തി ഒരിക്കൽ കൂടി ആവസിച്ചു. ഇപ്പോൾ കാല് മാത്രമല്ല, ശരീരം മുഴുവൻ അങ്ങ് വിറയ്ക്കാൻ ആരംഭിച്ചു. ഞാൻ താഴെ വീണത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ ആ സമയത്ത് ഒരു ദർശനം കാണുകയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു മുറിവേറ്റ ഒരു അനുഭവം, ഒരു കരം എന്റെ നേരെ നീണ്ടുവരുന്നതും, ക്രൂശിൽ കിടന്ന് പിടയ്ക്കുന്ന ഒരു കർത്താവ്. എന്നാൽ താഴെ ഞാൻ നിൽക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ എന്റെ പിതാവ് മരിക്കുന്ന അന്നത്തെ രംഗം, ആ സ്ത്രീ മരിക്കുന്ന രംഗം, ഇങ്ങനെ കുറെ എന്റെ മനസ്സിൽ കിടക്കുന്ന മുറിവേറ്റ ഓർമ്മകളെല്ലാം ഇങ്ങ് പൊന്തി വന്നു. ഞാനിങ്ങനെ വാവിട്ട് കരയുമ്പോൾ ആ രക്തം എന്നെ മുഴുവനായി മൂടി. പിന്നെ ഞാൻ ഈ ചിത്രങ്ങളൊന്നും കാണുന്നില്ല. എന്റെ പിതാവ് മരണത്തിന് തൊട്ടു മുൻപ് മോനെ എന്ന് വിളിച്ച് കണ്ണുനീരൊഴുക്കുന്ന ആ ഒരു രംഗം എന്റെ മനസ്സിൽ എന്നെ എപ്പോഴും വേദനിപ്പിക്കുമായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ആ രക്തം കൊണ്ട് ഇതെല്ലാം അങ്ങ് മാഞ്ഞുപോയി. ഞാനിങ്ങനെ ഒരു വെളിച്ചത്തിൽ അടക്കപ്പെട്ടു. ഞാനിങ്ങനെ കാറ്റുപോലെ, പഞ്ഞിപോലെ, കനമില്ലാതെയായി ഇങ്ങനെ എന്താ പറയുക, ഞാൻ എന്തിനോ ലയിച്ച് ചേരുന്നത് പോലെ എനിക്കിങ്ങനെ അനുഭവപ്പെടുകയാണ്. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു കരം എന്നെ ഇങ്ങനെ തലോടുകയാണ്. മുറിവുണ്ട് അതിനകത്ത്, വേറൊന്നും കാണുന്നില്ല. ഒരു വെളിച്ചം കൊണ്ട് എനിക്ക് കാണുവാൻ കഴിയാത്ത നിലയിൽ എന്റെ കാഴ്ചശക്തിയും എന്റെ പരിസരബോധവും എല്ലാം മറന്നു. ഞാൻ പ്രജ്ഞയറ്റവരായി. എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ബോധം വരുമ്പോൾ എന്റെ വസ്ത്രങ്ങളെല്ലാം കീറിയിട്ടുണ്ട്, കൈകാലുകൾ അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഞാൻ ആകെ വൈരൂപ്യമായിരിക്കുന്ന ഒരവസ്ഥ. ഞാൻ വേറൊരു സ്ഥലത്താണ്. ആളുകൾ എന്നോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? എനിക്ക് ആകെ ശരീരം വേദനയുണ്ട്. അതേ ദുരാത്മാവ് ബാധിച്ച കുഞ്ഞിനെ പിശാച് തള്ളിയിട്ടതുപോലെ എന്നെ ബാധിച്ചിരുന്ന പൈശാചിക ബന്ധനങ്ങളെ കർത്താവ് അന്ന് അഴിച്ചു. ഞാൻ പറയട്ടെ, ഇന്ന് 31 വർഷം കഴിഞ്ഞു. ഞാൻ ആത്മാവിൽ സ്വതന്ത്രനാണ്. പരിശുദ്ധാത്മാവ്
എന്റെ എന്റെ എല്ലാ ആന്തരിക മുറിവുകളെയും അവൻ കെട്ടി. കുറുകിപ്പോകാത്തൊരു കരത്തെ കുറിച്ച് ഞാൻ ജയിലിൽ വെച്ച് കേട്ടിരുന്നു. ആ കരം അന്ന് എനിക്ക് വേണ്ടി വെളിപ്പെട്ടു. അവന്റെ മുറിവുകളാൽ എനിക്ക് സൗഖ്യം ലഭിച്ചു. 7ഓളം രോഗങ്ങൾ എനിക്കുണ്ടായിരുന്നു. രോഗങ്ങളുടെ പേരുകൾ മാത്രം പറഞ്ഞു പോവുകയാണ്. ആസ്മ, മൈഗ്രെയിൻ, ഹെർണിയ, വയറിനകത്ത് അൾസർ പോലുള്ളതായ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ബ്രോങ്കറ്റിസ്, എന്റെ കിഡ്നി ക്രിയാറ്റിന്റെ അളവ് വർദ്ധിച്ച് കൈകാലുകൾക്ക് നീരുകൊണ്ട് ഈ ചെവി ഓപ്പറേഷൻ ചെയ്ത് അതിന്റെ കാരണങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. കാരണം പോലീസ് ഡിപ്പാർട്ട്മെന്റിനും ജയിൽ ഡിപ്പാർട്ട്മെന്റിനും ഇതൊക്കെ കേൾക്കുന്നത് അസ്വസ്ഥതയാണ്. കാരണം ചോദ്യം ചെയ്യലുകളിൽ അനേക അവയവങ്ങളെല്ലാം തകർന്നു. പക്ഷെ എന്റെ ദൈവത്തിന് എത്ര ഉടഞ്ഞതിനെയും അതിന് പണിയുവാൻ അവന് കഴിയും. എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കി. 45 കിലോ തൂക്കമുണ്ടായിരുന്ന ഞാൻ 85 കിലോ വരെ ആ ജയിലിൽ വെച്ച് തന്നെ എന്റെ ശാരീരികമായി ഞാൻ ആരോഗ്യമുള്ളവനായി മാറി. എന്റെ ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു. എനിക്ക് അല്പമുണ്ട് ഇപ്പോൾ. പരുപ്പും ചോരയും ഒഴുകിക്കൊണ്ടിരുന്ന അത് മാറി. എന്റെ ക്രിയാറ്റിന്റെ അളവ് ദൈവം പൂർണ്ണമായും എനിക്ക് സൗഖ്യം നൽകി. എന്റെ ആസ്മ രോഗം അതൊരു ഓർമ്മ മാത്രമാണ്. മൈഗ്രെയിൻ എന്നേ അപ്രത്യക്ഷമായി. മാത്രമല്ല എന്റെ ബ്രോങ്കറ്റിസ് മാറി. എന്റെ ലങ്സ്, എനിക്ക് ശ്വാസം എടുക്കാൻ പോലും കഴിയില്ലായിരുന്നു. എന്നാൽ എല്ലാ മേഖലയിലും സൗഖ്യം എനിക്ക് ലഭിച്ചു. അതിലുപരി എന്റെ മനസ്സിനകത്തുണ്ടായിരുന്ന ഓർമ്മകളിലെ മുറിവ്, വിശേഷാൽ എന്റെ പിതാവിന്റെ കരയുന്ന മുഖം, അതൊക്കെ മാനസികമായ മുറിവുകളായിരുന്നു. ആന്തരിക സൗഖ്യവും ദൈവം എനിക്ക് നൽകി. ആ ഒരാഴ്ചത്തെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ ജയിലിലേക്ക് മടങ്ങിപ്പോയി. പക്ഷെ കർത്താവ് അവിടെ വെച്ച് എന്നെ വിളിച്ചു. വ്യക്തമായി ഞാൻ ആ ശബ്ദം കേട്ടു. നീ എന്റെ സാക്ഷി ആവുക. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു? ഞാൻ ബൈബിളിന്റെ ഭാഷയിൽ പറയുകയാണ്. മർക്കോസ് വിശേഷം 5:19-20 ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ കർത്താവിന്റെ കൂടെ വരുവാൻ ആഗ്രഹിച്ചപ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്ന് നീ പോയി എന്റെ ജനത്തോട് പറയുക. അവൻ എനിക്ക് വേണ്ടി എന്റെ 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 ജീവിതത്തിലോട് അവൻ കാണിച്ച കരുണയെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, അന്ന് മുതൽ ഞാൻ അവന്റെ സാക്ഷിയാകുവാൻ ആരംഭിച്ചു. ഞാൻ ജയിലിലേക്ക് മടങ്ങിച്ചെന്നു. എന്റെ കയ്യിൽ ഒരു കൊച്ചു ബൈബിള് കിട്ടി. ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു. 1 മാസത്തിനുള്ളിൽ വേദപുസ്തകം, ഞാൻ പുതിയ നിയമമാണ് എന്റെ കയ്യിലുള്ളത്, ഞാനത് വായിച്ചു തീർന്നു. എഫെസ്യ ലേഖനം 2:8-9 വാക്യം ബൈബിളിലൂടെ ദൈവം എന്നോട് വ്യക്തമായി സംസാരിച്ചു. വിശ്വാസം വഴി കൃപയാലത്രേ നീ രക്ഷിക്കപ്പെട്ടത്. അത് നീ നേടിയെടുത്തതല്ല, അത് ദൈവത്തിന്റെ ദാനമത്രേ. അത് പ്രവൃത്തിയുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. കൃപയാൽ വിശ്വാസം മൂലം ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് വിശുദ്ധ ബൈബിൾ എഫെസ്യ ലേഖനം 2:8-9. അതുവരെ ഞാൻ അനേക പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ ബൈബിൾ അതുവരെ എനിക്ക് അനുഭവപ്പെടാത്ത ഒരു രുചിയും ഒരാനന്ദവും എനിക്ക് ആയിത്തീർന്നു. യെരമ്യാവിന്റെ ഭാഷയിൽ യെരമ്യാവ് 15:16-17 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ വചനങ്ങൾ ഞാൻ കണ്ടെത്തി, അത് ഞാൻ ഭക്ഷിച്ചു, അതെന്റെ ഹൃദയത്തിന് ആനന്ദവും എന്റെ മനസ്സിന് സന്തോഷവുമായി. അന്ന് മുതൽ വിശുദ്ധ ബൈബിൾ എന്റെ ഏറ്റവും അധികം ഞാൻ വായിക്കുന്നതും നിരന്തരം വായിക്കുന്നതുമായ ഏക പുസ്തകമായി മാറി. പ്രിയമുള്ളവരെ, ആ ബൈബിൾ വായനയിൽ ഞാൻ അനേക കാര്യങ്ങൾ എന്റെ ഹൃദയത്തിൽ ഞാൻ മനസ്സിലാക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ദിവസങ്ങൾ, മാസങ്ങളായി. ഇതിനിടയിൽ ജൂൺ മാസം, ഇത് മെയ് മാസത്തിൽ സംഭവിക്കുന്ന ജൂൺ മാസത്തിൽ ഞാൻ കിടന്നുറങ്ങുന്ന മുറിയിൽ ഒരു വലിയ തേജസ്സിന്റെ ഒരു പ്രത്യക്ഷത, അശരീരി പോലെ, തോന്നലല്ല, അത് ഉറക്കത്തിൽ സ്വപ്നത്തിലല്ല, ഞാൻ ഒരു പ്രത്യേക അനുഭവത്തിൽ, ആത്മവിവശത എന്ന് ഒരു പക്ഷേ ഇന്ന് ആത്മലോകത്തിൽ പറയുന്നതും വേദപുസ്തകത്തിൽ അവിടെ ഇവിടങ്ങളിലൊക്കെ കാണുന്നത് പോലെ 9 മണി രാത്രി ആയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു തളർച്ചയും ഒരു ക്ഷീണവും പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ എന്താ പറയാ, ബോധമറ്റവരെ പോലെ മയങ്ങി വീണു. പെട്ടെന്ന് ഈ തളർച്ചയും വിവശത പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. അശരീരി പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടു, ഭയപ്പെടേണ്ട, ഞാൻ ആകുന്നു, ഉറക്കെ സ്തുതിക്കുക, ഭാഷാ വരമാകും. തീജ്വാല പോലെ ആ മുറിയിൽ വന്ന് വെളിച്ചം കൊണ്ട് ആ മുറിയിൽ നിറഞ്ഞു. അത്യുച്ഛമായി ജീവിതത്തിൽ അന്ന് വരെ കേട്ടിട്ടില്ലാത്ത, അതിനുശേഷവും അതുപോലെ കേട്ടിട്ടില്ലാത്ത ഒരു വലിയ മുഴക്കത്തോടുകൂടെ ആ ശബ്ദവും ആ അനുഭവവും എനിക്കുണ്ടായി. ആദ്യമായി എന്റെ ശരീരം വിറച്ചതിനേക്കാൾ
എത്രയോ മടങ്ങ് ശക്തിയോടെ ശരീരം കിടന്ന് ഞാൻ ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുകയും താഴ്ത്തപ്പെടുകയും വിറച്ച് തുള്ളുന്ന ഒരു അനുഭവം. ഒടുവിൽ ഞാൻ മരിക്കുമെന്നുള്ള അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഞാൻ വാ തുറന്ന് എന്നെ വിട്, ഞാനിപ്പോൾ മരിക്കും. യാക്കോബ് എന്നെ വിട്, എന്നെ വിട്ടിട്ടല്ലാതെ, നീ എന്നെ വിട്ടിട്ട് അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ എന്നെ വിടുകയില്ല എന്ന് പറഞ്ഞതുപോലെ എന്നെ വിട് എന്ന് പറയുമ്പോൾ ഞാൻ വാ തുറക്കുമ്പോൾ എന്റെ ഉള്ളിൽ മൃദുവായി പറയാണ്, ഈ ചോദിക്കുക നിനക്ക് ലഭിക്കും. എന്താണ്? പെട്ടെന്ന് എന്റെ അന്തരീക്ഷം മാറുന്നു. പക്ഷെ ഇതെല്ലാം ഒരു പ്രത്യേക വിവശതയിൽ കിടക്കുകയാണ്. ഞാൻ വാ തുറന്ന് ചോദിക്കാൻ വാ തുറക്കലും അന്യഭാഷയിൽ ജീവിതത്തിൽ ആദ്യമായി ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അതുവരെ സംസാരിച്ചിട്ടില്ലാത്ത ഭാഷാവരത്തിൽ ഞാൻ സംസാരിക്കുവാൻ ആരംഭിച്ചു. ആ രാത്രി, ആദ്യത്തെ രാത്രി എങ്ങനെയാ ഉറങ്ങിപ്പോയെന്ന് അറിയില്ല എങ്കിൽ ഈ രാത്രി പിന്നീട് എനിക്ക് ഉറങ്ങാൻ കഴിയാത്ത രാത്രി. അക്ഷരീകമായി തോന്നലല്ല, നേരം വെളുക്കുന്നത് വരെ ഞാൻ സന്തോഷം കൊണ്ട് നിറഞ്ഞ് ആനന്ദിച്ച്, പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവും നീതിയും സമാധാനവും നിറഞ്ഞ ദൈവരാജ്യം റോമർ 14:17 പറയുന്നത് പോലെ എന്റെ ഉള്ളത്തിൽ നിറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ ആലയവും പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരവുമായി ദൈവം എന്നെ തീർത്തു. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ എനിക്ക് നൽകി. യേശു മുഖാന്തരം പിതാവേ എന്ന് എന്റെ ദൈവത്തെ വിളിക്കുവാൻ, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനാൽ ഞാനൊരു ദൈവ പൈതലായി എന്നുള്ള അതൊരു വലിയ അനുഭവമാണ്. ലോകത്തിൽ അതിന് പകരം വെക്കുവാൻ മറ്റോ ഒന്നുമില്ല. എനിക്ക് ലഭിച്ചതിൽ വലിയ സന്തോഷങ്ങളുടെ അനവധി അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇതിന് പകരം ഇത് മാത്രമാണ്. പിന്നീട് എന്റെ ജീവിതത്തിൽ പടിപടിയായി കർത്താവ് എന്നോട് പറഞ്ഞതുപോലെ ഞാൻ അവന്റെ സാക്ഷിയായി. പിന്നെ ആ ജയിലിൽ പ്രാർത്ഥനയും കൂട്ടായ്മയും ആരാധനയും അങ്ങനെയൊക്കെ ആയിപ്പോയി. ഞാൻ അപ്പോഴും കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടിലാണ്. പക്ഷേ ബൈബിളിലെ അതുപോലെ അവിടെ വരുന്ന അനേക സുവിശേഷ പ്രഭാഷകന്മാരും വരും. ഇങ്ങനെ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. ഇതിനിടയിൽ ബഹുമാനപ്പെട്ട PG വർഗീസ് അങ്കിൾ അവരുടെ പുസ്തകങ്ങൾ എനിക്ക് കുറെ ലഭിച്ചു. ഞാൻ ആ പുസ്തകങ്ങളിലൂടെ 6 മാസം ഒരു വ്യത്യസ്തമായ ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി. ആകെ ഒരു കൺഫ്യൂഷൻ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എങ്കിലും വളരെ ആവേശത്തോടെ എന്റെ അനുഭവങ്ങൾ ഞാൻ പറയാതെ, ഒരു കുടുംബത്തിൽ എന്ന പോലെ ജയിലിൽ കിടക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ വേഗത്തിൽ അനുഭവങ്ങളിലേക്ക് തൊട്ടു വന്ന് ഞാൻ നിർത്താം. എന്റെ സമയം പാസ്റ്റർ പറഞ്ഞത് ഇനി ഒരു 10-15 മിനിറ്റ് കൂടി ഉള്ളൂ എന്ന് എനിക്കറിയാം. ഞാൻ വേഗത്തിൽ നിർത്താം. പ്രിയ ദൈവാസനെ, ഞാന് ആ സമയത്ത് ഈ അനുഭവങ്ങൾ കേൾക്കുന്നവർക്ക് ആശ്ചര്യപ്പെടുമാറ്, അവർക്ക് അവിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ, കാരണം എന്നെ അവർക്കറിയാം, ഞാൻ രോഗിയായിരുന്നു, ഞാൻ എങ്ങനെ അവിടെ ജീവിച്ചു എന്നുള്ളതും ഉദ്യോഗസ്ഥന്മാർക്ക് ഉൾപ്പെടെ. അതുകൊണ്ട് എന്നെ എന്ത് ചെയ്യുവാൻ അവർ എന്നെ അനുവദിച്ചു. അവിടെ വെച്ച് എന്നെ പോലെ ഞങ്ങൾ ഒന്നിച്ചൊരു ആസ്പത്രിയിൽ കിടന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അശോകൻ എന്ന് പറയുന്ന ആസ്മ രോഗിയായ മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 7-8 വാക്യമാണ് എനിക്ക് അതിനായി പ്രേരണ നൽകിയത്. ദാനമായി ലഭിച്ചു, ദാനമായി കൊടുപ്പി, രോഗികളെ സൗഖ്യമാക്കുവിൻ. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊന്നും അറിയാത്ത എന്നെ, എനിക്ക് വേണ്ടി അവിടെ ചിലർ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ വ്യക്തിക്ക് വേണ്ടി കർത്താവ് അന്ന് സൗഖ്യം നൽകി. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, യേശു എനിക്ക് മാത്രമല്ല. ബൈബിൾ അപ്പോസ്തല പ്രവൃത്തി 10:34 ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന് മുഖപക്ഷമില്ല. തന്നെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്ന ഏവരെയും, ഏത് തലമുറയിൽപ്പെട്ടവരെയും ദൈവം സ്നേഹിക്കുന്നു. എബ്രായർ 13:8 വായിക്കുന്നു, അവൻ ഇന്നലെയും അവൻ ഇന്നും അവൻ നാളെയും മാറ്റമില്ലാത്ത കർത്താവത്രേ. അവന്റെ അടിപ്പിണരുകളാൽ അവന്റെ നാമത്തിൽ, മാർക്കോസ് 16:18 വായിക്കുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവൻ എന്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ സൗഖ്യമാകും. മാത്രമല്ല, അവർ ദുരാത്മാക്കൾ അല്ലെങ്കിൽ ഭൂതങ്ങളെ പുറത്താക്കും. എന്റെ അനുഭവത്തിൽ ഞാൻ ദുരാത്മാവ് ബാധിച്ചവനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു. കർത്താവ് എന്റെ രോഗങ്ങളെ സൗഖ്യമാക്കി, എന്റെ ബന്ധനങ്ങളെ അഴിച്ചു. അതിലുപരി എന്റെ അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തി തന്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകി. അവന്റെ സാക്ഷിയും ശുശ്രൂഷകനുമായി അവൻ എന്നെ നിയോഗിച്ചു. ആ തടവറയിൽ പിന്നീടുള്ള 6 വർഷക്കാലം കർത്താവിന്റെ സാക്ഷിയായി. ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കാത്തലിക്സ് കമ്മ്യൂണിറ്റിയിൽ പിന്നത്തേതിൽ വലിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. ഞാൻ അത് വിവരിക്കുന്നില്ല. ആരെയും അപമാനിക്കാനോ ആരെയും അവഹേളിക്കുവാനോ ഞാൻ തയ്യാറല്ല. പക്ഷെ ഒരു കാര്യം അറിയാം, എല്ലാ കമ്മ്യൂണിറ്റിയിലും സത്യത്തിന്റെ ഭാഗികമായ അംശങ്ങളുണ്ട്, എല്ലായിടങ്ങളിലും പോരായ്മകളുമുണ്ട്. എല്ലാം ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കുവാൻ
ദൈവവചനത്തിലൂടെ ദൈവം എനിക്ക് നൽകിയ ഉൾക്കാഴ്ച, അനേക പുസ്തകങ്ങളിലൂടെ, അനേക ദൈവദാസന്മാരുടെ അനുഭവങ്ങളിലൂടെ ദൈവം അത് ഗ്രഹിപ്പാൻ ദൈവം എനിക്ക് ലഭിച്ച പരിജ്ഞാനത്തിലൂടെ ഞാൻ അത് അങ്ങനെ അനുസരിച്ചു പോയി. ഒടുവിൽ ഒരു കൊച്ചു പ്രയർ ഗ്രൂപ്പ് ആ ജയിലിൽ ആരംഭിച്ചു. അത് പള്ളിയിൽ കുർബാനയ്ക്കിടയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ രീതികളും തമ്മിൽ പൊരുത്തപ്പെടായിക വന്നപ്പോൾ പള്ളി ഗ്രൂപ്പിൽ നിന്ന് രണ്ടായി അത് മാറി. ഒരു പ്രാർത്ഥന പള്ളിക്ക് വെളിയിലും, ഒരു പ്രാർത്ഥന പള്ളിക്കകത്ത്. അത് പതിവ് പോലെ നടന്നു. പിന്നീട് ഞാൻ അതിനകത്ത് ഭാഗികമായി പങ്കെടുക്കുന്നവനായി. കാരണം എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. അതിനേക്കാൾ സന്തോഷം ഒറ്റയ്ക്കിരുന്ന് ഒരു 10-15 പേര്, അതൊരു 10, 100, 150 പേരോളമായി ഒരു ഗ്രൂപ്പായി വളർന്നു. 6 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ പുറത്തിറങ്ങി വന്നപ്പോൾ PG വർഗീസ് ബ്രദർ അങ്കിളിന്റെ ഒരു മീറ്റിംഗ് ഞാൻ പങ്കെടുക്കുവാൻ. എന്നാൽ ഒപ്പം കരിസ്മാറ്റിക്കിൽ ഞാൻ തിരിച്ചു ചെന്നു. ഞാൻ ബഹുമാനപ്പെട്ട പനക്കൽ അച്ഛനെ ഞാൻ കണ്ടു. കോട്ടയിലും അതുപോലെ തന്നെ ഡിവൈനിലും ഒക്കെ കുറച്ച് നാളുകൾ ഞാൻ സാക്ഷിയൊക്കെ പങ്കുവെച്ചു. എന്നാൽ ഈ രണ്ടിന്റെയും നടുവിൽ ഞാൻ വളരെ ആശയക്കുഴപ്പമുള്ളവനായി 2 കൂട്ടത്തിൽപ്പെട്ടതായ ദൈവദാസന്മാരോട് ഞാൻ ഈ അനുഭവങ്ങൾ പങ്കുവെച്ചു. 2 പേരും അവരുടെ സജഷൻ നൽകി. എന്നാൽ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഓളച്ചനെ, ദൈവം തന്ന വെളിച്ചം കെടാതെ സൂക്ഷിക്കുക. ആ തടവിൽ കർത്താവിന്റെ സാക്ഷിയായി വചനത്തിലൂടെ ലഭിക്കുന്ന വെളിച്ചം അനുസരിച്ച് മുന്നോട്ട് പോവുക. അത്രയും പറഞ്ഞു. ഞാനും ആ ബഹുമാനപ്പെട്ട വൈദികനുമായിട്ട് സംസാരിച്ച അവസാന വാക്കതായിരുന്നു. അങ്ങനെ ഞാൻ ആ ഡിവൈനിലെ ഒരു എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ പരോളിൽ ഇറങ്ങി വരുന്ന സമയങ്ങളിൽ മാത്രം എനിക്ക് സാക്ഷി പറയാൻ ഒരു അല്പസമയം തരുമായിരുന്നു. 20 മുതൽ അരമണിക്കൂർ വരെയുള്ള ആ സമയം ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഉപദേശ രീതികളിൽ ചിലപ്പോൾ വ്യക്തിത്വം വന്നുകൊണ്ടായിരിക്കും, കൃപയാലുള്ള രക്ഷയും പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകവും ആ നിലകളിലുള്ള എന്റെ രീതികൾ, ഇതിനോടകം എന്റെ സംസാര ശൈലികൾക്ക് വ്യത്യാസം വന്നു, രീതികൾക്ക് വ്യത്യാസം വന്നു. ഞാൻ പല കമ്മ്യൂണിറ്റികളുമായി അവരുടെ പുസ്തകങ്ങളുമായിട്ടൊക്കെ എനിക്ക് ബന്ധപ്പെടുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന്റെ മീറ്റിങ്ങിന് എറണാകുളത്ത് വന്ന സമയത്താണ് തൈക്കുടം ചർച്ചിലുള്ള പാസ്റ്റർ റോയ് ചെറിയാന്റെ ആ നേതൃത്വത്തിൽ അവിടെ നടക്കുന്ന സഭയിലെ കുറെ ആളുകൾ ആ മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. ഇതിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു അച്ചായൻ മുഖാന്തരം ഞാൻ ആ സഭയുമായി ബന്ധപ്പെട്ടു. അവിടുത്തെ ഒരു കൺവെൻഷൻ നടക്കുന്ന ദിവസമായി ഞാൻ അവിടെ ചെല്ലുന്നത്. ആ കൺവെൻഷനിൽ ഞാൻ കാത്തലിക്കനായിരിക്കുമ്പോൾ തന്നെ ഞാൻ സാക്ഷിയൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം ഞായറാഴ്ച അവരുടെ ഇടയിൽ ആരാധനയ്ക്ക് പോയി. അവിടെ വെച്ച് എനിക്ക് വ്യത്യസ്തമായ ചെറിയ അനുഭവങ്ങൾ, അനനിയാസിന്റെ കൈവെപ്പിലൂടെ ശൗലിന്റെ കണ്ണ് തുറക്കപ്പെട്ട് അവൻ പരിശുദ്ധാത്മ പൂർണ്ണനായി യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് യഹൂദന്മാരുടെ വായ അടച്ചു പോകുന്നത് പോലെയുള്ള അക്ഷരീകമായ ഒരു അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം എന്റെ അടുത്ത ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പിന്നീട് വിശ്വാസത്തിൽ വന്നവർ വിശ്വാസം മാത്രം അല്ല, വിശ്വസിക്കുന്നവർക്ക് വിശ്വാസത്തിന്റെ അനുസരണം, കർത്താവിനെ സ്നേഹിക്കുന്നവർ കർത്താവിന്റെ കൽപ്പനകൾ, അങ്ങനെ വിശ്വാസ സ്നാനം, വെള്ളത്തിൽ മുഴുകി ആ ദൈവദാസന്റെ കൈക്കടിയിൽ സ്നാനപ്പെട്ടു. ഞാൻ ജയിലിലേക്ക് മടങ്ങി ചെന്നു. ഈ അനുഭവങ്ങൾ ഞാൻ ജയിലിൽ ചെന്ന് ആ കൊച്ചു കൂട്ടായ്മയിൽ അവിടെ പങ്കുവെച്ചു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ തടവറയിൽ ബഹുപ്പെടുവാനിടയായി തീർന്നു. എനിക്ക് മുമ്പേ പല ആളുകളും ഇതുപോലെ പരോളിൽ വരുമ്പോഴും റിലീസായി വരുമ്പോഴും ഈ സഭയുമായി ബന്ധപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഒരു ഗ്രൂപ്പായി, നേരത്തെ പറഞ്ഞതുപോലെ ആ ഗ്രൂപ്പിന് ഒരു പേരുണ്ട്, പ്രസന്റ് ടു പ്രൈസ് എന്ന് പറയുന്ന. ഇന്ന് ഇന്ത്യയുടെ അനേക ഇടങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഒട്ടുമിക്ക സഭാവിഭാഗങ്ങളിലും അനേക ദൈവമക്കൾ ആ തടവറയിൽ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടിയ തടവുകാരായിരുന്നവർ ഇന്ന് ശുശ്രൂഷകന്മാരാണ്, പാസ്റ്റർമാരാണ്, അനേകർ വിശ്വാസികളായി അങ്ങനെ തുടരുകയാണ്. അങ്ങനെ ആ സഭ പിന്നീട് എനിക്ക് വേണ്ട എല്ലാ ആത്മീക കൂട്ടായ്മകളും, പിന്നെ ഞാൻ പതിയെ പരസ്യയോഗങ്ങളിൽ സാക്ഷ്യങ്ങളായിട്ട് അങ്ങനെ ജീവിതയാത്രയുമായി ഇങ്ങനെ മുന്നോട്ട് പോയി. 99 ഇതിനകം ഞാൻ ഒരു ശുശ്രൂഷയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയുമായിട്ട് എന്റെ വിവാഹത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായി. അതിനെ എന്റെ പാസ്റ്ററും നേരത്തെ ഈ മീറ്റിംഗിൽ ആസാദി TV-യിലെ ഫിന്നി പാസ്റ്ററുമായിട്ട് പരിചയപ്പെടുവാനിടയായി തീർന്ന അമേരിക്കയിലുള്ള ടോം, അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് എന്റെ ഭാര്യയുടെ പാസ്റ്ററായിരിക്കുന്ന ജോണിക്കുട്ടി എന്ന് പറയുന്ന പാസ്റ്ററാണ്. എന്റെ വിവാഹത്തിന് വേണ്ടി എനിക്ക് ഷർട്ടും പാന്റൊക്കെ മേടിച്ചിരുന്ന അദ്ദേഹമാണ്. എന്റെ വിവാഹം നടത്തിയത് എന്റെ പാസ്റ്ററാണ്, റോയ് ചെറിയൻ പാസ്റ്ററാണ്. അങ്ങനെ ഈ 2 സഭകളും ഞങ്ങളുടെ ആത്മീക ജീവിതത്തിനും വ്യക്തിപരമായ ജീവിതത്തിനും പരോളിൽ ഇറങ്ങി വരുമ്പോഴൊക്കെ ഒത്തിരി സഹായങ്ങളായി മാറിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കട്ടെ, അത് ജീവിതത്തിൽ പല വഴിത്തിരിവിനും പിന്നെയും കാരണമായി മാറി. 6 മാസത്തിനൊരിക്കൽ പരോളായി. ഇതിനിടയിൽ പരോളിൽ ഇറങ്ങി വന്ന് വിവാഹം കഴിച്ചു. ആ കുടുംബത്തിൽ ആദ്യത്തെ വിശ്വാസിയായിരുന്നു അവള്. അവളുടെ കുടുംബത്തിൽ മറ്റ് 5 സഹോദരിമാരുണ്ട്. അതിനകത്ത് ഒരു സഹോദരിയുടെ സാക്ഷി ആസാദി TV-യിലൊക്കെ വന്നിട്ടുണ്ട്. ഇതിനിടയിൽ എന്റെ കുടുംബത്തിൽ ദൈവം
ദൈവം പലരെ സന്ദർശിച്ചു. കന്യാസ്ത്രീ ആയിരുന്ന, അച്ഛനാകാൻ പോയിരുന്ന എന്റെ കുടുംബത്തിലെ സഹോദരങ്ങളെ ദൈവവിശ്വാസ സ്ഥാനത്തിലേക്കും രക്ഷയിലേക്കും ഇന്ന് അവർ കർത്താവിന്റെ വേലക്കാരാക്കി ദൈവം മാറ്റി. ഭാര്യയുടെ വീട്ടിലും അതുപോലെ കർത്താവിന്റെ വേലയ്ക്കായിട്ട് ദൈവം അവരെ എല്ലാവരെയും സമർപ്പിച്ചു. ദൈവം അവരെ ഉപയോഗിച്ചു. ഇങ്ങനെ ജയിലിലേക്ക് കടന്നുപോയി. എനിക്ക് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ജയിലിലെ ആ കൊച്ചു പ്രയർ ഗ്രൂപ്പ്, അത് ദൈവം കൃപയും കൃപാവരം കൊണ്ട് നിറഞ്ഞ ഒരു നല്ല ഒരു സഭയായിട്ട് അവിടെ നിന്ന് ദൈവം എന്നെ യുദ്ധത്തിനായി കൈകളെയും പടപൊരുതുവാൻ എന്റെ വിരലുകളെയും അഭ്യസിപ്പിച്ച് ദൈവം എന്നെ പരിശീലിപ്പിച്ചെടുത്തു. അങ്ങനെ 11 വർഷം എത്തി നിൽക്കുമ്പോൾ എന്റെ വിവാഹം കഴിഞ്ഞു. ഞാൻ ജയിലിലേക്ക് മടങ്ങിച്ചെന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് ഒരു അത്ഭുതകരമാർന്ന ഒരു സംവിധാനത്തിലൂടെ ഇങ്ങനെ തടവുകാരെ വിടുന്ന ഒരു ഇതുണ്ട്, ഇളവ് കൊടുക്കുക എന്ന് പറയും. അങ്ങനെ ഇളവ് ലഭിച്ച് എനിക്ക് ഇത്രയും കേസുകളൊക്കെ, ഇതിനിടയിൽ പല കേസുകളും സുപ്രീം കോടതിയിൽ നിന്നൊക്കെ വിട്ടുപോയി, ചിലത് ഹൈക്കോടതിയിൽ നിന്ന് വിട്ടുപോയി. ഒരു കേസ് മാത്രം അവസാനിച്ചു. ആ ഒരു കേസിന് വേണ്ടി അവസാനം 11 വർഷ ശിക്ഷയ്ക്കിടയിൽ ഈ അനുഭവങ്ങളെല്ലാം ദൈവം തന്നു. കർത്താവിനെ ഞാൻ സമർപ്പിക്കപ്പെട്ടവനായി ഞാൻ പുറത്തിറങ്ങി വന്നു. പിന്നീട് പുറത്തിറങ്ങി വന്ന് ഞാൻ ബൈബിൾ കോളേജിൽ 16ഓളം വാടക വീടുകളിൽ കേരളത്തിന്റെ പലയിടങ്ങളിൽ താമസിച്ചു. പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പ്രവർത്തിച്ചവിടങ്ങളിലെല്ലാം കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ ഉണ്ടാകുവാൻ, 100 കണക്കിന് ആളുകളുള്ള സഭ എന്നൊന്നും പറയുന്നില്ല, കൊച്ചു പ്രയർ ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ 2 കുടുംബമോ 4 കുടുംബമോ അല്ലെങ്കിൽ 10 പേരൊക്കെ ഉള്ള കുടുംബങ്ങളായി, സഭകളായി അങ്ങനെ കേരളത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ബൈബിൾ കോളേജിൽ 2-3 വർഷക്കാലം ആലുവ ഷാറൂൺ ഫെലോഷിപ്പിന്റെ ഡൂലോസ് ബൈബിൾ കോളേജ് എന്ന് പറയും, ഡോക്ടർ ടി.പി. എബ്രഹാമിന്റെ കീഴിൽ ഇങ്ങനെ അവിടെ പഠിക്കുവാൻ ദൈവം വഴിയൊരുക്കി. ഇതിനിടയിൽ ജീവിതത്തിൽ ആവശ്യമായ അതാത് സമയങ്ങളിൽ വേണ്ട സഹായവും കരുതലുകളും നന്മകളും വഴിയും ഒക്കെയായി ദൈവമക്കളെയും ദൈവദാസന്മാരെയും അനേകരുണ്ട്, വിവിധ നിലകളിലുള്ള ആളുകളെയൊക്കെ ദൈവം ഒരുക്കി. ജീവിതത്തിൽ വേണ്ട സകല നന്മകളും അയക്കുന്നത് പോലെ, അതേ വിധവയെ ഒരുക്കുന്നത് പോലെ, അതേ വല വീശിയപ്പോൾ വലയിൽ മീൻ നിറയ്ക്കുന്നത് പോലെ ദൈവം പലതും അനുഭവത്തിലൂടെ നൽകി തന്നു, ഇവിടം വരെ കൊണ്ടുവന്നു. അങ്ങനെ 2007 ഞാനൊരു തീരുമാനമെടുത്തു. പണ്ട് ഞാൻ നാട് വിട്ട് എന്റെ 10ാം ക്ലാസ്സിൽ കുടുംബം തകർന്നപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് SSLC കഴിഞ്ഞിട്ട് ഞാൻ പോന്ന കർണാടകയിൽ, അല്ലെങ്കിൽ എനിക്ക് പട്ടാള ക്യാമ്പിൽ വെച്ച് ഞാൻ പഠിച്ച ഹിന്ദി അല്പം അറിയാവുന്നതുകൊണ്ട് ഹിന്ദിക്കാരുടെ ഇടയിൽ എനിക്കിനി കേരളത്തിൽ വേണ്ട, എനിക്ക് എന്നെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ എന്നെ കുറിച്ച് കേൾക്കും, എന്നെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവരുടെ അടുക്കൽ ഞാൻ അറിയുക. ഈ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പുതിയ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഞാൻ ഇരിക്കുമ്പോഴാണ് ഒരു ഷിബു എന്ന് പറഞ്ഞ ഞങ്ങളുടെ ചർച്ചിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പർ ഒരിക്കൽ എന്റെ വഴിയിലൂടെ എന്റെ വീടിന്റെ പരിസരത്തിലൂടെ വന്നപ്പോൾ ഞങ്ങൾ അവർ പരിചയപ്പെട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പൊളച്ചാൻ അമേരിക്കയ്ക്ക് പോരുന്നുണ്ടെന്ന് ചോദിച്ചു. ഞാൻ തമാശയാണെന്ന് വിചാരിച്ചു. പ്രിയമുള്ളവരെ, അത് മറ്റൊരു വഴിത്തിരിവായിരുന്നു. വേറൊരു സ്നേഹിതൻ കുവൈറ്റിലുണ്ട്, ഞങ്ങൾ ചർച്ചിലൊരു മെമ്പറായിരുന്നു. അവരെന്നോട് പറഞ്ഞു, പോളച്ചൻ പാസ്പോർട്ട് എടുക്കുക, പോളച്ചന് കേരളം കൊണ്ട് മാത്രമല്ല പലയിടങ്ങളിലും പോകേണ്ടി വരും, എനിക്ക് ഒരു 1000 രൂപ വെച്ചിട്ട് വന്നിട്ട് എന്നോട് പാസ്പോർട്ട് എടുക്കാം. ഞാൻ വിചാരിച്ചു അദ്ദേഹമായിരിക്കും എന്നെ കുവൈറ്റിലേക്ക് കൊണ്ടുപോകാനായിരിക്കും ഞാൻ വിചാരിച്ചു. പിന്നെ അദ്ദേഹവുമായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല. അങ്ങനെ ഇരിക്കാനാണ് ഈ അമേരിക്കൻ വാഗ്ദാനം വരുന്നത്. ഞാൻ വിചാരിച്ചു ഇത് പഴയതുപോലെ ആയിരിക്കും. പക്ഷെ ഇന്ത്യയുടെ എനിക്ക് തോന്നുന്ന സംസ്ഥാനങ്ങളൊന്നും ഞാൻ എണ്ണിയിട്ടില്ല, അനേക സംസ്ഥാനങ്ങളിൽ കടന്നു പോയിടത്തെല്ലാം ഏതെങ്കിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവം ഇന്നുവരെയും കണ്ടിട്ടുണ്ട്. അനേകർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശുശ്രൂഷിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അനുഭവിക്കുന്നത്, ആത്മാവിൽ നിറയാത്തവർക്ക് ആത്മനിറവ് ദൈവം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് തടവറയിൽ വെച്ച് ആരംഭിച്ചു. ഒരു കൊച്ചു കൂട്ടായ്മ ഞങ്ങൾ പെന്തക്കോസ്ത് നാളിൽ നിന്നുള്ള ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അന്ത്യോക്യയിലുള്ളവർ ദൈവത്തിന്റെ വചനം കേട്ടു, സമരിയായിലുള്ളവർ ദൈവത്തിന്റെ വചനം കേട്ടു, ജാതികൾ ദൈവത്തിന്റെ വചനം കേട്ടു എന്ന് യെരൂശലേം സഭയുടെ ചെവിയിൽ കേട്ടപ്പോൾ അവർ അപ്പസ്തോലന്മാരെ അയച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർ ആത്മാവിൽ നിറഞ്ഞതുപോലെ അപ്പസ്തോല പ്രവൃത്തി 10:43-44 വാക്യത്തിൽ പത്രോസ് ഈ വാക്കുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നതുപോലെ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നത്, ചിലപ്പോൾ ദുരാത്മാക്കൾ അലറി നിലവിളിച്ച്, അങ്ങനെ എന്റെ അനുഭവങ്ങളിൽ ദൈവം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് ഞാൻ പലയിടങ്ങളിൽ കണ്ടു. അങ്ങനെ എനിക്ക് പരസ്യയോഗങ്ങളിൽ നിന്നും പതുക്കെ ഉപവാസ പ്രാർത്ഥനകൾ, പതുക്കെ കൺവെൻഷനുകൾ, അങ്ങനെ അനേക സ്ഥലങ്ങളിലേക്ക് മീറ്റിങ്ങുകൾ ലഭിക്കാൻ ഇടയായി തീർന്നു. അതുവരെയും ഞാനിങ്ങനെ എന്താ പറയാ, ഏതെങ്കിലും ഒരു കൊച്ചു ഗ്രാമത്തിലിരുന്ന് അവിടെ പ്രവർത്തിക്കും, ദൈവം അയക്കുന്നിടത്തൊക്കെ പോകും. പതിയെ ദൈവം എന്റെ അതിരുകളെ വിശാലമാക്കി. ഇതിനിടയിൽ എനിക്ക് വിവാഹ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ നൽകി തന്നു. ദൈവം അവരെ പഠിപ്പിക്കുവാൻ സഹായിച്ചു. അങ്ങനെ കേരളത്തിൽ നിന്നും ആദ്യം തമിഴ്നാട്ടിൽ പോയി,
പിന്നീട് കർണാടക, പിന്നെ ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, ഡൽഹി, പഞ്ചാബ്, പല ഇടങ്ങളിൽ ഈ ഭാഗങ്ങളിലൊക്കെ ഒരിക്കലെങ്കിലും കർത്താവിന്റെ സാക്ഷിയാകുവാൻ, ചിലയിടങ്ങളിൽ പല ഭാഗത്ത് നോർത്ത് ഇന്ത്യയിൽ, വിശേഷാൽ ഉത്തരേന്ത്യയിൽ നിന്ന്, UP-യിൽ നിന്ന് അനേക ദൈവമക്കളെ അവിടെ നിന്ന് കണ്ട ആളുകളെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച് അവരെ ട്രെയിൻ ചെയ്യിച്ച് അവരെ പരിശീലിപ്പിച്ച് അവരെ അതേ സ്ഥലങ്ങളിൽ, ഇന്ന് അവിടെ 2-3 ഇടങ്ങളിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ജയിലിൽ നിന്നും വന്നവരെ, ആദ്യം ഞങ്ങളുടെ ചർച്ചിലായിരുന്നു ഞങ്ങളെയൊക്കെ താമസിപ്പിച്ചിരുന്നത്. പിന്നത്തേത് ഞാൻ എന്റെ വീട്ടിൽ താമസിപ്പിച്ചു. മദ്യപാനികളെ, ജയിലിൽ നിന്ന് ഇറങ്ങുന്നവരെ, അനാഥരെ ഒക്കെ വീട്ടിൽ പാർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാ വിധത്തിലുള്ളതായ സഹായങ്ങളും സഹകരണങ്ങളും വാതിലുകളും വഴികളും തുറന്നു കൊടുത്ത് അനേകർക്ക് തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ ദൈവം എന്നെ പരിശീലിപ്പിക്കുകയായിരുന്നു. ഇതിനിടയിൽ ദൈവം ഇന്ത്യയുടെ വെളിയിലേക്ക് അനേക രാജ്യങ്ങളിൽ കടന്നു പോകുവാൻ ദൈവം സഹായിച്ചു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7ഓളം രാജ്യങ്ങളിൽ, അതിൽ അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ കടന്നു പോകുവാൻ ദൈവനെ സഹായിച്ചു. ആ യാത്രക്കിടയിൽ, എന്റെ 2ാമത്തെ അമേരിക്ക യാത്രയിൽ എനിക്ക് ഒരു ലെറ്റർ മുഖാന്തരമായി തന്ന ടോം കുര്യൻ എന്ന് പറയുന്ന ദൈവദാസൻ ജോണി പാസ്റ്റർ പരിചയപ്പെട്ട് അങ്ങനെ ഒരു ബന്ധത്തിലാണ് നമ്മൾ തമ്മിൽ ആസാദി TV കോണ്ടാക്ട് ചെയ്യുവാനും ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കാനും ദൈവടയായി തീർന്നത്. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. പലവട്ടം ഇത് ആവർത്തിച്ചു എന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ നിർത്തുകയാണ്. ഇന്ന് കർണാടകയിൽ കഴിഞ്ഞ 16 വർഷമായി ഞാൻ ഒരു പ്രവർത്തനം സ്ഥലത്ത് വന്നു. ഒരു ദേവദാസന്റെ കീഴിലാണ് വന്നത്. അവിടുന്ന് തന്നെ വേറൊരു ഗ്രാമത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ചില മാറ്റങ്ങൾ നൽകി എന്റെ ഭവനത്തിൽ തന്നെ ഇതിനോടകം എനിക്ക് ദൈവം സ്വന്തമായിട്ട് സ്ഥലവും വീടും സാഹചര്യങ്ങളും ഒരുക്കി തന്നു. അവിടെ ഒരു ചർച്ച് പണിയുവാൻ കുറച്ച് പേര് കൂടി വരുന്ന ഒരു കൊച്ചു കൂട്ടായ്മ. അങ്ങനെ ദൈവം 16 വർഷമായി കർണാടകയിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ദൈവം അയക്കുന്നിടത്ത് ഒക്കെ കർത്താവിന്റെ സാക്ഷിയായി ശുശ്രൂഷകളും യാത്രയുമായി പോകുന്നു. കുടുംബത്തെ കുറിച്ച് നേരത്തെ പരിചയപ്പെടുത്തിയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത അനവധി കാര്യങ്ങളിൽ ചുരുക്കം ചില കാര്യങ്ങൾ. ഇനി ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം കഴിഞ്ഞ 31 വർഷക്കാലത്തെ ശുശ്രൂഷാ ജീവിതത്തിനിടയിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അനവധിയാണ്. അതിൽ ഞാൻ ഒരിക്കൽ മരണത്തിലേക്ക് നീങ്ങപ്പെട്ട ഒരു അവസ്ഥയുണ്ട്. എന്റെ അവസ്ഥയിൽ, എന്റെ അനുഭവത്തിൽ ഞാൻ മരിച്ചു. എനിക്ക് സ്ട്രോക്ക് വന്നു. ഞാൻ കാല് തെറ്റി വീണതാണ്. ബ്ലീഡിംഗ് ആയി, സ്ട്രോക്ക് വന്നു. രാത്രിയിൽ മരണകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോയി. തലയ്ക്ക് ഒരു ഓപ്പറേഷൻ വരെയൊക്കെ നടത്തേണ്ടി വന്നു. ബ്ലീഡിംഗ് ആയിപ്പോയി 2 പ്രാവശ്യം. പിന്നെ കൂടെ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ, അപകടങ്ങൾ, അതുപോലെ പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ദൈവം പിടിപ്പിച്ചു. ഒരു ടൈഫോയിഡ്, പഞ്ചാബിൽ വെച്ച് ടൈഫോയിഡ് പിടിപെട്ടു. മരണകരമായ അവസ്ഥയിൽ എത്തപ്പെട്ടു. ഒരു വശം ബലഹീനമായി, നാവെല്ലാം കിറിക്കോടി, സ്ട്രോക്ക് വന്ന സമയത്ത് തളർന്നു പോയ, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ 3 വർഷക്കാലം ഇരുന്ന് നെരുങ്ങിയ അവസ്ഥയിലൂടെ കടന്നുപോയ അനുഭവങ്ങളുണ്ട്. ആ കാലഘട്ടങ്ങളിലും എന്റെ ദൈവം എന്നെ ഇത്രത്തോളം, ഇന്ന് ആരോഗ്യത്തോടെ ഒരു കുഴപ്പമില്ല. അങ്ങനെ എന്റെ കുടുംബത്തിൽ പല വിധത്തിൽ ചെയ്ത അത്ഭുതങ്ങളുണ്ട്. ദൈവം എല്ലാ അർത്ഥത്തിലും നല്ലവനാണ്. അകൃത്യങ്ങളെ ക്ഷമിക്കുന്നവൻ, അതേ രോഗങ്ങളെ സൗഖ്യമാക്കുന്നവൻ, ദുരാത്മാക്കളിൽ നിന്ന് വിടിവിക്കുന്നവൻ, പരിശുദ്ധാത്മാവിന് നൽകി ദൈവരാജ്യത്തിന്റെ സന്തോഷവും സമാധാനവും അതിന്റെ പൂർണ്ണതയിലും കൊണ്ടെത്തിക്കുന്നവൻ. എന്നെ കേൾക്കുന്ന കേൾവിക്കാരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യേണ്ടതിന്, ഒരു അനുഗ്രഹം നൽകേണ്ടതിന് അവന്റെ വചനങ്ങളിലൂടെ, അവന്റെ സാന്നിധ്യത്തിലൂടെ, ഏതെങ്കിലും അവന്റെ അഭിഷിക്തന്മാരിലൂടെ, ഒരുപക്ഷെ അതൊരു മതിലിന്മേൽ എഴുതിയ വാക്യം പോലെ ആയിരിക്കാം, തള്ളക്കോഴി കുഞ്ഞിനെ ചിറകിൽ ചേർക്കുന്നത് പോലെ ദൈവത്തിന് നിന്റെ തകർച്ചയിൽ നീ അകപ്പെടാതെ, നിന്റെ നാശത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, അവനേക്ക് നിന്നെ ചേർക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇന്ന് എത്ര പേർ ആ ചിറകിനടിയിലേക്ക് വരുവാൻ മനസ്സ് വയ്ക്കും. അവന്റെ ശബ്ദം ഒരുപക്ഷെ നിന്റെ ഓർമ്മയിലേക്ക് ഒരിക്കൽ കൂടി തികട്ടി വരുമ്പോൾ ദാവീദ് പറയുന്നു, യഹോവേ നീ ഒരു വട്ടം സംസാരിച്ചു, ബലം എനിക്കുള്ളത് എന്ന്. ഞാനത് 2 വട്ടം കേട്ടു. ഞാൻ നിശ്ചയമായും പറയുന്നു, ദൈവത്തിന്റെ വചനം ഇരുതല വായിലേക്കാൾ മൂർച്ചയുള്ളതാകയാൽ, ഈ വചനം വെറുതെ മടങ്ങി വരാത്തതാകയാൽ, ഈ വചനത്തിന്റെ ഉദ്ദേശം നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുക്കും. അത് ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് നിന്നെ അത് കേൾക്കുവാൻ, എന്നെ ഇന്ന് കാണുവാൻ, ഞാനുമായിട്ടുള്ള ഈ സന്ദേശത്തിൽ ഒരു ഭാഗമാക്കാകുവാൻ ദൈവം നിന്നെ അനുവദിച്ചതെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആ ചിറകിലേക്ക് വരുവാൻ ഇന്ന് എത്ര പേർ മനസ്സ് വയ്ക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റൊന്നും നാം ചെയ്യേണ്ടതില്ല. ഇതാ കർത്താവേ ഞാൻ എന്ന് നീ പറയും എങ്കിൽ. എന്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. ഞാൻ അറിയാതെ പോലും എന്നെ തിരഞ്ഞു നടന്ന, എന്നെ തേടി വന്ന അവന്റെ വിരിച്ച ചിറകുമായി, കരുണയുടെ കരവുമായി, കുറുകിപ്പോകാത്ത കരം കുഴഞ്ഞ ചീറ്റിൽ കിടന്ന എന്റെ അടുക്കലേക്ക് നീട്ടിയതുപോലെ
ഇന്ന് പകലിൽ ദൈവത്തിന്റെ കരം നിന്റെ മേൽ നീട്ടപ്പെടുകയാണ്. നിന്റെ ബന്ധനങ്ങൾ അഴിയേണ്ടതിന്, പൈശാചിക ശക്തികൾ യേശുവിൻ നാമത്തിൽ അഴിയേണ്ടതിന്, പൈശാചികൻ നിന്റെ ചിന്തകളെ പകയുടെയും വെറുപ്പിന്റെയും നാശത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുവാൻ, തകർന്ന് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നിന്നെയും നിന്റെ കുടുംബത്തെയും നശിപ്പിക്കുവാൻ പിശാച് കെട്ടിയ നിന്റെ മനസ്സിന്റെ കെട്ടുകളെ ഞാൻ അടിക്കുകയാണ് യേശുവിൻ നാമത്തിൽ. നിന്റെ ബുദ്ധിയെ ദൈവം തുറക്കട്ടെ. അവന്റെ ചിറകിലേക്ക് നീ ഓടി വരുവാൻ, അവന്റെ കരുണയുടെ കരത്തിലേക്ക് നീ സമർപ്പിക്കപ്പെടുവാൻ, പകയുടെ ബന്ധനത്തിൽ നിന്ന് നിനക്ക് സ്വാതന്ത്ര്യം ദൈവം നൽകട്ടെ. നിന്റെ തകർന്ന മനസ്സിനെ ദൈവം സൗഖ്യമാകട്ടെ. നിന്റെ അകൃത്യങ്ങൾ എത്ര കടുച്ചുമപ്പെങ്കിലും അറിയായ്മയുടെ കാലഘട്ടങ്ങളെ ലോകം കണക്കിലെടുക്കുമ്പോൾ അത് കണക്കിലെടുക്കാതെ നിന്നോട് ക്ഷമിക്കുന്ന യേശുവിന്റെ കരത്തിലേക്ക് നിന്നെ സമർപ്പിക്കുവാൻ നീ മനസ്സുണ്ടെങ്കിൽ ഞാനൊരു വാക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആസാദി ടിവിയുടെ പ്രേക്ഷകരെ, നിങ്ങൾ മുഖാന്തരം വാമൊഴിയായോ അതല്ലെങ്കിൽ ഷെയറിങ്ങിലൂടെയോ ഇത് കേൾക്കുവാനിടയുള്ള എന്റെ ശ്രോതാക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. വചനം പറയുന്നു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. യേശുവിൻ നാമത്തിൽ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹൃദയം മുറുകിയവർക്ക് സമീപസ്ഥനായ കർത്താവ്, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നവനെ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരെ, ആശയ്ക്ക് വിരോധമായ ആശയോടെ പ്രകാരം വിശ്വസിച്ചപ്പോഴും ജീവാവസ്ഥയെ മാറ്റി വന്ധ്യമായതിനെ തുറന്ന് തലമുറകളിൽ നൽകി അനുഗ്രഹിച്ച എന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന എന്റെ ദൈവമേ, അവർക്ക് സൗഖ്യവും അവർക്ക് അകൃത്യങ്ങൾക്ക് മോചനവും ദൈവം നൽകുന്നു. അവരെ നിന്റെ ചിറകിൽ ചേർക്കും കർത്താവേ. നിന്റെ കരം അവരുടെ, നിന്റെ നാമത്തെ അവർ ഒരിക്കലെങ്കിലും യേശുവേ എന്ന് വിളിക്കുമ്പോൾ നിന്നെ അവർ വിശ്വസിക്കൂ എന്ന ഏക കാരണത്താ വിശ്വസിക്കുന്നവർ ലജ്ജിക്കുവാൻ ഇടവരുത്താത്ത എന്റെ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. അവർ സൗഖ്യവും അവർ വിടുതലും അവർ ആശ്വാസം അവർ നന്മയും പ്രാപിക്കട്ടെ. അവർ അനുഗ്രഹം പ്രാപിക്കട്ടെ. അവർ അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശു നാമത്തിൽ നല്ല പിതാവേ, ദൈവദാസനോടുള്ള നന്ദിയും സ്നേഹവും എന്റെ കേൾവിക്കാരോടുള്ള സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം നമ്മൾ കേട്ടത്. സിനിമ, മദ്യം, അതിൻ്റെ കൂടെ പൈശാചികമാകുന്ന ഒരു ബന്ധനം, ഇത് മൂന്നും കൂടെ ആയപ്പോൾ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റുകൾ ചെയ്യുവാനൊക്കെ ഇടയായി തുടർന്നു. എല്ലാം തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന വഴികളായിരുന്നു. മദ്യമെങ്കിൽ മദ്യം, അല്ലെങ്കിൽ സിനിമയെങ്കിൽ സിനിമ. അതിൻ്റെ കൂടെ പിശാച് ഒരാളെ ബന്ധിച്ച് തകർത്ത പ്രകാരം ഒരു വലിയ കുഴിയിലേക്ക് തള്ളിയിട്ടു. പക്ഷേ യേശുക്രിസ്തു പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ വന്നതുകൊണ്ട് ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരുന്ന് ഈ സാക്ഷ്യം പെടുവാൻ പ്രിയ കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിച്ചു. ധാരാളമായിട്ട് ഇനിയും അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ എല്ലാ മഹത്വ ശുശ്രൂഷ മേഖലകളിലും ജീവിതത്തിലെല്ലാം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പെടുവാൻ വാക്കുകളില്ല പാസ്റ്ററെ. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരോട് നന്ദി പറയുന്നു. ഒരു വാക്കുകൂടെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, കർത്താവിൻ്റെ ദാസനെ കുടുംബമായി തൻ്റെ ശുശ്രൂഷകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വ്യൂവേഴ്സിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. നൽകി നല്ല സമയങ്ങൾക്കായി സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസ കാവൽ നമ്മെല്ലാവരുടെ മേലും നമ്മുടെ കൂടെ വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച ദൈവദാസന്റെ മേൽ, തൻ്റെ കുടുംബത്തിന് മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവെല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ഇബ്രാഹിം നന്ദി പറഞ്ഞു, പ്രേക്ഷകരോട് നന്ദി പറഞ്ഞു. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.